ഓക്കെയാണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ നമ്മുടെ ഫാമിലി മീറ്റിലേക്ക് കണക്ട് ആയിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൈസെൽഫ് ഷംന ഹുസൈൻ ഫ്രം മലപ്പുറം ഭയങ്കര സ്വദേശിയാണ്. പ്രൊഫഷൻ ബൈ ടീച്ചിങ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാം ലീഡേഴ്സ് ആണ് അല്ലെ? എല്ലാവരും ഈ ഒരു വെസ്റ്റീജുമായിട്ട് കണക്ട് ആയത് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ ഫാമിലി മീറ്റ് ആണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ ഒരാഴ്ചത്തെ നമ്മുടെ ബിസിനസിന് ശേഷം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഡേ ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നിവിടെ സാർ അവതരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സുമായി കണക്ട് ആയത് എന്തിനാണ്? നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണ് അല്ലെ? ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്, ഒട്ടനവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് നമുക്ക്. പക്ഷെ ആ ഒരു സ്വപ്നം കാണാൻ ഈ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ഈ ഒരു വെസ്റ്റീജ് വന്നതിന് ശേഷം വെസ്റ്റീജും വിന്നിംഗ് ടീമും ആണ്. നമ്മളൊക്കെ സ്വപ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് എത്രത്തോളം സ്വപ്നങ്ങൾ ഉണ്ടോ അത്രത്തോളം സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ശക്തി പകർന്നു തരുന്നത് വെസ്റ്റീജും വിന്നിംഗ് ടീമും ആണ് അല്ലെ? നമുക്കൊരു പക്ഷിയെ പോലെ, നമ്മുടെ രണ്ട് ചിറകുകളാണ് വെസ്റ്റീജും വിന്നിംഗ് ടീമും. നമുക്കൊരു പക്ഷിയെ പോലെ ചിറകുകൾ വിരിച്ച് ഉയർന്നു പറക്കാൻ, എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിലും ഉയർന്നു പറക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ചിറകുകൾക്ക് വേണ്ട ഇന്ധനം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് അറിയോ ആർക്കെങ്കിലും? അറിയുമോ? നമ്മുടെ വലിയ ഉയർന്ന സ്വപ്നങ്ങളാണ് ആ ഇന്ധനം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ശക്തി പകരാം. അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സാറ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ധൈര്യത്തോടെ സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, മുന്നോട്ട് തന്നെ പോവുക. അതാണ് വലിയ സ്വപ്നങ്ങളുടെ മാന്ത്രികത. അപ്പൊ ആ ഒരു വലിയ സ്വപ്നങ്ങളുടെ മാന്ത്രികത എന്താണെന്ന് നമുക്കിന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ഹെഡ്, അതുപോലെ ടീം ക്യാപ്റ്റനുമായിട്ടുള്ള മിസ്റ്റർ ഷാജി മിത്തേൽ സാറിനെ. അപ്പൊ ഷാജി മിത്തേൽ സാറിനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? അപ്പൊ ഇന്ന് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡ് ആണ് സാറ് കണ്ണൂർ സ്വദേശിയാണ്. 21 വർഷത്തോളമായി ദുബൈയിൽ സെറ്റിൽഡ് ആണ് ഫാമിലിയോടൊപ്പം. ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ആയിട്ട് ഏകദേശം 4 വർഷത്തോളമായി ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ലോജിസ്റ്റിക് കോർഡിനേറ്റർ ആയിട്ടാണ് സാർ വർക്ക് ചെയ്യുന്നത്. പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആദ്യം വന്നിരുന്നത് എങ്കിലും ഇതിന്റെ സാമ്പത്തിക സാധ്യതയെ മനസ്സിലാക്കി ഫുൾ ടൈം ആയിട്ടാണ് നമ്മളോടൊപ്പം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളോട് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സ്വപ്നത്തെ കുറിച്ച്. എന്താണ്? നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ സ്വപ്നം അല്ലെ? ഉറങ്ങാതെ ഈ ഒരു വെസ്റ്റീജിൽ വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം ഒപ്പത്തിനൊപ്പം നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ മിസ്റ്റർ ഷാജി മിത്തേൽ സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഷാംന ടീച്ചർ. നല്ല വണ്ടർഫുൾ ആയിട്ട് എന്നെ എഡിഫൈ ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇയാൾ കൊള്ളാമെന്നല്ലേ. നല്ല മനോഹരമായിട്ടാണ് എന്നെ എഡിഫൈ ചെയ്തത്. ഇനി ഒരു ഉപകാരം കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സന്തോഷം കിട്ടിയേനെ. കുറച്ചും കൂടി ആൾക്കാരൊന്ന് വീഡിയോ ഓണാക്കാവോ? കുറച്ച് സമയം എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ സ്ലൈഡ് ഓണാക്കി നിങ്ങൾ വീഡിയോ കാണത്തില്ല. നിങ്ങളെ സ്വപ്നങ്ങൾ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ആൾക്കാർ വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും, ചെയ്യാൻ എനർജി കുറച്ചും കൂടെ കിട്ടും. ഓക്കെ. ഇനി നിങ്ങളുടെ കൂടെ പുതുതായി ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാം 150-ൽ കൂടുതൽ ആൾക്കാർ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്ന തിരക്കായിരിക്കും, ചാടി പിടിച്ച് വരുന്നുണ്ടാവും ആൾക്കാർ. ഒന്ന് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാല്ലേ? ഇതിൽ പുതിയ ആൾക്കാർ ഇതുവരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കൽ പോലും കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ നല്ല ഉപകാരമായി മാറുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ചില ആൾക്കാർ സൂമിലെ ലിങ്ക് കണ്ടപ്പോൾ ചാടിക്കറി വന്നതായിരിക്കും. സലീം കുമാർ പറഞ്ഞ പോലെ ബിരിയാണി വല്ലതും കിട്ടിയാലോ എന്ന് നോക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. ഇന്ന് ബിരിയാണി കൊടുക്കുന്നില്ല. ഇന്ന് ബിരിയാണിയുടെ അരിയും സാധനവും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. ബിരിയാണി നാളെയാണ്. ഓക്കെ, എല്ലാവരും, ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരും വീഡിയോ ഓണാണ്. ഇനി ആരും വീഡിയോ ഓഫാക്കരുത്. തുടങ്ങിയ ഉടനെ വീഡിയോ ഓഫാക്കരുത്. ഇയാൾ കണ്ടുവല്ലോ, ഇനി വീഡിയോ ഓഫാക്കരുത്. കാരണം എനിക്ക് നിങ്ങളുടെ മുഖത്തിൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കൊക്കെ ഡ്രീം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ഇനി നല്ല ഡ്രസ്സിൽ വന്ന് നല്ല ഷർട്ടൊന്നും ഇടാതെ ആൾക്കാരും വീഡിയോ ഓഫാക്കി കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന സെഷൻ എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസോട് കൂടിയ സെഷനായിരിക്കും ചെയ്യുക. അതാണ് കേൾക്കാൻ നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവുക, പറയാൻ എനിക്കും ഒരു സുഖം. അതാണ് ഞാൻ പറയുന്നത്. മോട്ടിവേഷൻ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസോട് കൂടിയായിരിക്കും ഞാൻ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ബിസിനസ്സിൽ, വെസ്റ്റീജ് എന്ന ഈ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ
ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ 121 പേരുണ്ടാവും. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഒരു 3/4 ആൾക്കാരും ഒരു 5000 രൂപയെങ്കിലും കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചാണ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. കമൻറ്റ് ബോക്സിങ് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് നിങ്ങൾ എത്ര രൂപ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ വന്നെന്ന് കമൻറ്റ് ചെയ്യുക പെട്ടെന്ന്. ഇടുന്ന 0 ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 0 കൂടിക്കഴിഞ്ഞാൽ സ്വപ്നം കൂടിപ്പോവും. ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാതെ ഞാൻ നോക്കിയിട്ട് ശേഷം സൈഡ് ഓപ്പൺ ആക്കാം. ആർക്കാണെങ്കിൽ കൂടുതൽ ഡ്രീം നോക്കാം. 5000 കണ്ടോ, 5000 ഉണ്ട്. കാലിദായി ഇതിൻ്റെ 0 വലിയ 0ആണ്. ഓക്കെ, 0 ഇടുന്നതിന് മുന്നേ നമ്പർ ഇടാൻ മറന്നു കേട്ടോ. ചില ആൾക്ക് വെറും 0 ഇട്ടിട്ടുണ്ട്. ഓക്കെ, 1,00,000, 10,000, 50,000, 25,000, 1,00,000. ഓക്കെ, എല്ലാവർക്കും നല്ല ഡ്രീം ഉണ്ട്, കുഴപ്പമില്ല. 10 ലക്ഷം ഉണ്ട് അല്ലേ അജീഷ് പാട്ടൻ? 1,00,000, 1,00,000, 10 ലക്ഷം. 0 കൂടി പോയതാണ്. ഓക്കെ, എല്ലാവർക്കും വലിയ ഡ്രീം. 5000 ഒന്നും ആയിരിക്കില്ലല്ലോ. 5000 ഉള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ ഓഫാക്കിയിട്ട് ഭക്ഷണം കഴിച്ചോളൂ, സൈഡിൽ നിന്ന് കേട്ടാൽ മതി, 5000 വന്നോളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 25,000, 50,000, 1,00,000 രൂപയൊക്കെ അതിൽ മേലെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 5000-കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. അക്ഷയ പുതിയ ആളായതുകൊണ്ടാണ്, അറിയാത്തതുകൊണ്ടാണ്. അക്ഷയ 5000-നൊന്നും ഈ ബിസിനസ് ചെയ്യില്ല കേട്ടോ. തൊഴിലുറപ്പിന് പോയാൽ 4 ദിവസം പോയാൽ കിട്ടും 5000 രൂപ. 5000 രൂപക്കൊന്നും അക്ഷയ ബിസിനസ് ചെയ്ത് കേട്ടോ. ഇത് മിനിമം ഒരു 1,00,000 രൂപ തന്നെ സ്വപ്നം കണ്ടിച്ച് വർക്ക് ചെയ്യട്ടോ. 5 ലക്ഷം രൂപ. മുഹമ്മദ് മുസ്തഫ. ഓക്കെ, നിങ്ങൾ ലീഡേഴ്സ് ശ്രദ്ധിച്ചോളൂ. ഈ ടൈപ്പ് ചെയ്ത മെസ്സേജ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. 5 ലക്ഷം, 10 ലക്ഷം, 1,00,000, 50,000, 25,000 പറഞ്ഞ ആൾക്കാർ. പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണം കേട്ടോ. നിങ്ങൾ അതിന് പണിയൊന്നും കൂടെ തരുന്നില്ല. ഇത് അറിഞ്ഞത് എനിക്ക് ആൾക്കാർക്ക് ഇത് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടോ. നിങ്ങളൊക്കെ ഈ മീറ്റിങ്ങിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഈ 1,00,000 രൂപ, 25,000, 50,000 പറഞ്ഞ ആൾക്കാർ ഇത് ചെയ്യാൻ, ഈ ഒരു നേട്ടം നമുക്ക് നേടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 10 ലക്ഷം രൂപ കേട്ടോ. മിസ്റ്റർ ജിഷ്ണു ഒക്കെ വീഡിയോ ഓണാക്കിയിരിക്കുന്നുണ്ട്. ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഈ ബിസിനസ്സിൽ നേടാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. 10 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പോഴല്ല, ചെറുപ്പം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. എനിക്ക് ബിസിനസ്സിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു ബിസിനസ്സിൽ. എൻ്റെ സ്വപ്നമാണ്. ഞാൻ 10ാം ക്ലാസ്സിന് മുന്നേ, പഠിക്കുന്നതിന് മുന്നേ വരെ, പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ ഇപ്പോൾ എഴുതി വെക്കും, ഇന്ന തുടങ്ങണം, ഒരു മിൽമ ബൂത്ത്, ഒരു STD ബൂത്ത്. ആ സമയത്ത് അതാണ് വലിയ ബിസിനസ്സുകാരും ചെയ്യുന്ന കാര്യം കേട്ടോ. STD ബൂത്തും ഒരു മിൽമ ബൂത്തും മലയാള പത്രത്തിൻ്റെ ഏജൻസി ഒക്കെ ചെയ്യുന്ന, അതാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തിൽ വലിയ വലിയ ബിസിനസ്സുകാരുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു കാസറ്റ് കട, അതൊക്കെയായിരുന്നു അന്നത്തെ ബിസിനസ് കേട്ടോ. ആ സമയത്ത് എൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ ആളാണ് കേട്ടോ. മലയാള മനോരമ പത്രത്തിൻ്റെ ഏജൻസി എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എപ്പോഴും നിരുത്സാഹപ്പെടുത്തി, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കിത് ചെയ്യാൻ പറ്റത്തില്ല, വിജയിക്കത്തില്ല എന്ന് പറയും. എൻ്റെ ചേച്ചിയാണ് എപ്പോഴും എന്നെ നിരുത്സാഹപ്പെടുത്തി. അത് പറഞ്ഞ പോലെ തന്നെ ആ തുടക്കത്തിൽ തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പ്രൊവിഡന്റ് ഫണ്ടിലുണ്ടായ പൈസ തന്നെ ആദ്യം തന്നെ ഞാൻ പോയി കളഞ്ഞു. ആദ്യത്തെ ബിസിനസ്സിലൂടെ. ബിസിനസ് മോശമായിട്ടല്ല, മലയാള മനോരമ പത്രം നല്ല, എൻ്റെ ചേച്ചി ചിരിക്കുന്നുണ്ട്, മലയാള മനോരമ പത്രത്തിന് നല്ല പൈസ കിട്ടും. പക്ഷെ എൻ്റെ ആ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയൊരു കുട്ടീൻ്റെ ആ എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് അതേപോലെ പൊട്ടിപ്പോയി. എൻ്റെ അമ്മ ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഞങ്ങൾ കളഞ്ഞു. അതിനുശേഷം ഞാൻ ബോംബെയിലേക്ക് പോയി, അവിടെ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. എനിക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വന്തമായി തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എന്തിൽ കയറി കഴിഞ്ഞാലും അത് സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബോംബെയിൽ പോയി ലെയ്ത്ത് മെഷീനിൽ ടർണർ ഫിറ്ററായിട്ട് വർക്ക് ചെയ്തു. ഗോദ്രേജിൻ്റെ കോൺട്രാക്ട് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അത് സ്വന്തമായിട്ട് തുടങ്ങി. 8 വർഷം ബോംബെയിലുണ്ടായിരുന്നു. അതും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇതെൻ്റെ കഴിവുകളുണ്ടല്ല കേട്ടോ. ഒരു ബിസിനസ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ. എൻ്റെ സ്വപ്നം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്വപ്നമുണ്ട്, ബിസിനസ്സുകാരനാവണം. ഈ ബിസിനസ്സുകാരനാവണം എന്തിനാണെന്നറിയോ? അറിയപ്പെടാൻ വേണ്ടിയാണ്. ആൾക്കാരിങ്ങനെ പുകഴ്ത്തണം, അതിന് വേണ്ടിയാണ്. അത് ഇവിടെ എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നല്ല ഉഷാറായി പോകുന്നുണ്ട്. എനിക്ക് ആൾക്കാരിങ്ങനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി പോകും. അപ്പോൾ അതിവിടെ നന്നായി കിട്ടുന്നുണ്ട്. ഞാൻ സത്യസന്ധമായി പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബോംബെയിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി. ലെയ്ത്ത് മെഷീൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോദ്രേജിൻ്റെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഭാരത് പെട്രോളിൻ്റെ BPCLൻ്റെ പെട്രോളിയം റിഫൈനറിൻ്റെ ഒരു ഓർഡർ കിട്ടിയായിരുന്നു. വലിയൊരു ഓർഡറാണ്. എൻ്റെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും നഷ്ടപ്പെട്ടു പോയി. ആ സമയത്താണ് ഞാൻ ദുബായിലേക്ക് വന്നത്. ഇതൊന്നും
പഠിച്ച മേഖലയല്ല ചെയ്തത്. ദുബായിൽ വന്നതും ഞാൻ പഠിച്ചതല്ല ചെയ്തത്. ബോംബെയിൽ പഠിച്ചത് ടെർണൽ ഫിറ്ററാണ്. ദുബായിൽ വന്നത് അതുവഴി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മേഖലയിലാണ്, ലോജിസ്റ്റിക്സ് മേഖലയിൽ വന്നത്. അവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 18 വർഷം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 10 വർഷം മുന്നേ 2010 ആവുന്ന സമയത്ത് ആ ഒരു ലോജിസ്റ്റിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എൻ്റെ മനസ്സ് മുഴുവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ട് ഇവിടെ ദുബായിൽ ഒരു സ്ഥാപനം തുടങ്ങി. 35 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ശമ്പളം കൊടുക്കണമായിരുന്നു. ദുബായിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരുപാട് പൈസ ചെലവാണമായിരുന്നു ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 കോടി രൂപയോളം ഞാൻ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 കൂട്ടുകാരും എൻ്റെ പാർട്ട്ണർമാർ വന്നായിരുന്നു. അതിനുശേഷം ആ കൂട്ടുകാർ ആ ബിസിനസ് പരാജയപ്പെട്ടുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല കേട്ടോ, അവർ നഷ്ടപ്പെട്ടു പോയി. 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ദുബായിൽ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയ എനിക്ക് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി 50 ലക്ഷം രൂപ വീണ്ടും കടമെടുക്കേണ്ടി വന്നു. അത് ദുബായ് നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിൽ പൂട്ടിയില്ലെങ്കിൽ പോയാൽ മതി. ഇവിടെ ആ സ്ഥാപനം ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പകുതി ചെലവാണ്, നിർത്തണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ട് 50 ലക്ഷം കടമായി. അങ്ങനെ 1.5 കോടി രൂപയുടെ കടബാധ്യത കാരണം ഞാൻ വെസ്റ്റേജിൽ വരുന്നതിന് മുന്നേ, ഇപ്പോഴും ആ കടം വീടിയെന്നല്ല പറഞ്ഞ്, വെസ്റ്റേജ് ഞാൻ ഇത്രയും ബിസിനസ്സുകൾ ചെയ്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടും ഏകദേശം 18 വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തി ആയതുകൊണ്ടും ഈ 2 മേഖലയിലും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ ഈ കേൾക്കാൻ വന്ന ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യം പറഞ്ഞിട്ടോ. നിങ്ങൾ ഈ കേൾക്കുന്ന 143 പേരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്നും കിട്ടാത്ത ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന വെസ്റ്റേജ് കമ്പനി കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ പരാജയപ്പെട്ട ഏത് ബിസിനസ്സിലും എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? അത് ചെയ്യാനുള്ള പൈസ തികയാതുകൊണ്ട് മാത്രമാണ്. കാരണം 1 കോടി രൂപയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്ന് ഓടിക്കൊണ്ട് കിട്ടാൻ വേണ്ടി ഒരു 4-5 മാസം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 4-5 മാസം അവിടെ വർക്ക് ചെയ്യുന്ന 35 ശമ്പളം കൊടുക്കാൻ പൈസ തികയാതെ വന്നായി. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് അവരുടെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടു പോയതാണ്. അങ്ങനെ ഒരുപാട് റോളിങ്സും കാര്യങ്ങളും ക്രെഡിറ്റ് കാർഡും ലോണും ഒക്കെ ആയി 10 വർഷത്തോളം ഉറങ്ങാതെ ആ ക്രെഡിറ്റ് കാർഡും ലോണും അടച്ചുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം പോലും ദഹിക്കാതെ ഒരുപാട് ടെൻഷൻ. ഞാൻ എപ്പോഴും പറയാം, എനിക്ക് സ്ഥിരമായിട്ട് 14 വർഷത്തോളം മൗത്ത് അൾസർ, വായപ്പുണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടെൻഷൻ കാരണം കൊണ്ടാണ്. ടെൻഷൻ ഉണ്ടാകുമ്പോൾ വായപ്പുണ്ണ് വരും. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ ഒരു വെസ്റ്റേജ് എന്ന ബിസിനസ്സിലേക്ക് ഞാൻ വന്നത്, അന്നേരം ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തിനെ എപ്പോഴും മനസ്സിൽ വെറുക്കുമായിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും ഒരു ബിസിനസ്സിലും വിജയിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി ഞാനായിട്ട് പോലും അവിടെ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അവസാനം എനിക്ക് ദൈവം കൊണ്ടു തന്നു. ഇത് ക്ഷമയായിരിക്കും, എനിക്ക് ഞാൻ എത്രത്തോളം ക്ഷമിക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും സ്ഥാനാർത്ഥിയായിട്ടെങ്കിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് മനസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കിട്ടിയിട്ട് അപ്പം തന്നെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ നാട്ടിൽ കാണുന്ന വാർത്ത അതാണ്, ശരിയല്ലേ? ഒരു 10-15 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തിയ ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് അതിതീവ്രമായ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അത് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് പൈസ ഇല്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ടായിരുന്നു. അവിടെയാണ് എന്തുകൊണ്ടാണ് ഇത്രയും എനിക്ക് പരാജയം തന്നത്. ഈ പൈസ ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, പൈസ ചെലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് എനിക്കിവിടെ എത്തിയിരിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത വ്യക്തിയിലൂടെ ഒരു കോള് അറിയാതെ പോയ സമയത്ത് ആ കോള് കുറച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു LIC ഏജന്റുമാരെ പോലെ ഒരു ബാഗും തൂക്കിയിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കണ്ട ഉടനെ ഡോർ തുറക്കുന്നതിന് മുന്നേ തൊഴുതിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ല, പാല് വാങ്ങിക്കാൻ, മക്കൾക്ക് പാല് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ കയറി വന്നിരിക്കുന്നത് LIC ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം LICയിൽ അടച്ച പൈസ മുഴുവൻ വിഡ്രോ ചെയ്തു കടം വിടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു LIC എനിക്ക് ബാക്കിയില്ല, എല്ലാം വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒന്നും പൈസയില്ല. LIC ആണോ ചോദിച്ചു. അല്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ക്ഷമയോടെ കേൾക്കാൻ പറ്റുമോ ചോദിച്ചു. അവർ വീട്ടിനകത്ത് വന്നിരുന്നു, ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. സീലിംഗ് ഫാൻ കറങ്ങുന്ന നോക്കിയിരുന്ന വ്യക്തിയാണ് ഞാൻ. ഇറങ്ങി പോകാൻ വേണ്ടിയാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ഇറങ്ങി പോകുമോ എന്നുള്ള മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നത്. അവർ അതുപോലെ തന്നെ ആ പ്രസൻറ്റേഷൻ എനിക്ക് തന്നു, ഇറങ്ങിപ്പോയി.
പക്ഷെ ഇന്ന് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്, അവർ ഈ ബിസിനസ്സിൽ ഇല്ല കേട്ടോ. ഇവിടെയുള്ള പല ആൾക്കാർക്കും പഴയ ആൾക്കാർക്ക് അറിയാം, ഇന്ന് ഈ ബിസിനസ് ഞാൻ ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അവർ ദൈവമായിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിൽ ഞാനിത് ചെയ്യുന്നത്, ഇന്ന് എനിക്ക് യാതൊരു പേടിയില്ല, ഒരു പേടിയില്ല. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്വപ്നം കണ്ട ആ ബിസിനസ്സാണെന്ന് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു ചലഞ്ചസ് എനിക്കിപ്പോഴില്ല, ഒരു ടെൻഷനില്ല. നേരത്തെ ശമന ടീച്ചർ പറഞ്ഞ പോലെ ഉറങ്ങാതെ ഈ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഉറക്കം എനിക്ക് തീരെ പ്രശ്നമല്ല ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അത്രക്കും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടാവാം, അല്ല എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ സ്വപ്നം നേരത്തെ പറഞ്ഞാൽ 5000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്വപ്നം കാണട്ടോ, അവർ പഠിച്ചോളും, അവർ പഠിച്ചോളും. അവർക്ക് വേണ്ടിയിട്ട് അധികം നിങ്ങൾ പൈസ ചെലവാക്കണ്ട, ഫീസ് കൊടുത്ത് പഠിപ്പിച്ചോ കുഴപ്പമില്ല. പക്ഷെ അതൊന്നും വലിയൊരു സ്വപ്നമായി കാണണ്ട, അവർ പഠിച്ചു പോയിക്കോളും, എന്തായാലും പഠിച്ചോളും. അതിനു വേണ്ടി ടെൻഷൻ കൂടുതൽ കൊടുക്കണം. നമ്മളുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കണം അത് കുറച്ച് മനസ്സിലാക്കണം. ഞാനിത് ആക്ച്വലി എനിക്കൊരു വലിയൊരു ബിസിനസ്സുകാരനായി മാറുന്ന ആഗ്രഹമുണ്ടായിരുന്നു, ഓൺട്രപ്രണറായി മാറുന്ന ആഗ്രഹമുണ്ടായിരുന്നു, അറിയപ്പെടുന്ന വ്യക്തിയായി മാറുന്ന ആഗ്രഹമുണ്ടായിരുന്നു. കുറച്ച് നല്ലോണം ആൾക്കാരെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്താൽ ഭയങ്കര സന്തോഷം കൂടുന്നു ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കിവിടെ വളരെ നന്നായി കിട്ടുന്നുണ്ട്, കാരണം നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. പണിയെടുത്ത സമയത്ത് കമ്പനിയിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, സ്വന്തമായി ബിസിനസ് പൈസ ഇട്ട് ചെയ്തപ്പോൾ അവിടെയും എനിക്കൊരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് പരാജയപ്പെട്ടുകൊണ്ട് ചങ്ങായിമാരും ബന്ധക്കാരുടെ മുന്നിലും പരാജയപ്പെട്ടു. അവരുടെ മുന്നിൽ സൗണ്ട് കുറവാണ്, അല്ല അതെനിക്കറിയാം, സൗണ്ട് കുറവല്ല. ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്ക് മാത്രം, സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രം, അദ്ദേഹത്തിൻ്റെ പേര് സ്ട്രേഞ്ചർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ സൗണ്ടും സ്ട്രേഞ്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. പേര് മാറ്റി കഴിഞ്ഞാൽ സൗണ്ട് കറക്റ്റ് ആക്കി കിട്ടും കേട്ടോ. എനിവേ സൗണ്ട് ക്ലിയർ ആണ്. ഇവിടെ നമുക്കൊരു സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ, വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനിവിടെ കുറേ ആൾക്കാർ കോസ്റ്റ് ആക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കണം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വപ്നത്തെ ഐഡന്റിഫൈ, ഞാൻ സ്ലൈഡിലേക്ക് പതുക്കെ പോകാം, സ്ലൈഡ് വെറുതെയാണ് കേട്ടോ, അത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യം സ്ലൈഡൊന്നായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്വപ്നത്തെ ഡിഫൈൻ ചെയ്യൽ, ഡിഫൈൻ യുവർ ഡ്രീംസ്. എന്താണ് നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. എനിക്കിപ്പോൾ എല്ലാവരും മുഖം കാണില്ല, കുറച്ച് ആൾക്കാർ ഞാൻ മൊബൈലിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരെ മുഖം നോക്കി ഞാൻ സംസാരിക്കാം, ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ചിരിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഡിഫൈൻ യുവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാം. ഈ ബിസിനസ്സിൽ നമ്മൾ എന്തിനാണ് വന്നത്, വൈ, എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് വന്നത്. നമ്മളെല്ലാവരും പഠിക്കുന്നത് എന്തിനാണ്, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പഠിച്ചവരൊക്കെ ജോലി നേടുന്നുണ്ടോ? ശമന ടീച്ചർ പഠിച്ച ഒരുപാട് കാര്യം ഒത്തിരി പഠിച്ച ഒരാളാണ്, ഇന്ന് ടീച്ചറാണ്. അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ഇതിലും വലിയ ജോലി നേടേണ്ട ആളാണ്. ഇതിൽ ഒരുപാട് ആൾക്കാർ, ഈ കാണുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലോ, ഒരുപാട് വീട്ടമ്മമാർ ഈ സ്ക്രീനിൽ എടുക്കുന്നുണ്ടാവും. എത്ര പഠിച്ചിട്ടുണ്ടോന്നല്ലേ ചിലപ്പോൾ ചോദിച്ചാൽ പറയാൻ പറ്റും. ഒരു നന്നായി പഠിച്ച് അവരെ ക്ലാസ്സിൽ ചിലപ്പോൾ ഏറ്റവും നല്ല പഠിപ്പിച്ചായിരിക്കും, അവിടെ ക്ലാസ്സിൽ ഒന്നും പഠിക്കാതെ കുട്ടിയൊക്കെ ഇപ്പം നല്ല ജോലി ചെയ്തിട്ടുണ്ടാവും. എൻ്റെ അയൽവക്കത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, പുസ്തകപ്പുഴു എന്ന് അതിന് പറയും. എപ്പോൾ നോക്കിയാൽ പഠിച്ചുകൊണ്ടിരിക്കും, നല്ല പഠിപ്പിസ്റ്റാണ്. ഒരു ദിവസം ആ കുട്ടി കരഞ്ഞുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ട്, വലുതായ സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു കരഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്തിനാ കരഞ്ഞു വെച്ചാൽ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മോശം പഠിക്കുന്ന കുട്ടിയാണ് ഇന്ന് SBI ബാങ്ക് മാനേജർ. SBI ബാങ്കിലെ ബാങ്ക് മാനേജർ ആ കുട്ടിയാണ്. ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കുന്ന ആൾ ഞാനായിരുന്നു, എനിക്ക് ഇപ്പോഴും ജോലി ആയിട്ടാണ്. അതിന് ആ കുട്ടി ആ ബാങ്കിൽ നിന്ന് കരഞ്ഞിട്ട് വീട് വരെ വന്നിട്ടുണ്ട്. എൻ്റെ ആലോകത്തെ കുട്ടിയാട്ടോ, ഇവിടെ എൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ആ കുട്ടിയായിരുന്നുള്ളത്. അപ്പൊ അത്രയും പഠിച്ച കുട്ടിക്ക് പോലും ഒരു നല്ല ജോലി കിട്ടാൻ പറ്റാതെ ഒരു വീട്ടമ്മയായിട്ട് കുഞ്ഞിനെ നോക്കാനും ആ കുഞ്ഞിനെ പഠിപ്പിക്കാനും നിൽക്കുന്ന ആൾക്കാരായി കണ്ടിട്ടുണ്ട് നിങ്ങൾ. അല്ല, ഇതിൽ പല ആൾക്കാർക്കും അങ്ങനെ ഫീലിങ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് കിട്ടും, ആരും കണ്ടോട്ടെ, എനിക്ക് കാണാൻ സമയമില്ല. നിങ്ങൾക്ക് അത് അങ്ങനെ ഫീലിങ്സ് ഉണ്ടോ? നന്നായി പഠിച്ചിട്ട് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നേടാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ടോ? അല്ലെ, ഇനി പഠിച്ച ആള് എന്തെങ്കിലും കിട്ടിയ ജോലി തൃപ്തിപ്പെട്ട ആൾക്കാരുണ്ടോ? ഈ ശമ്പളം മതി, ഇനി വേറെ രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? കുറച്ചു കാലം നല്ല ജോലി അന്വേഷിച്ച് നടന്നു, പിന്നെ ആ ജോലി ഞങ്ങൾ പോകുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 45, 50 വയസ്സാവുന്ന സമയത്തായിരിക്കും ഇനി കുറച്ച് കാലം കൂടി ഉള്ളൂ, ബാക്കി മക്കൾ പഠിച്ച് വിദ്യാഭ്യാസം അവർ പഠിച്ച് പാസ്സായതിനു ശേഷം അവർ നമ്മളെ നോക്കിക്കോളുന്ന ചിന്തയൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. വെസ്റ്റേജിന് വരുന്നതിന് മുന്നേ
ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാലം കൂടെ മോള് പത്താം ക്ലാസ്സൊക്കെ ആയില്ലേ. ഇനി അവൾ പഠിച്ച് ജോലിയായ ശേഷം അവളോട് ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ജോലി കിട്ടിയ ഒരു 5000 രൂപ എല്ലാ മാസം അച്ഛനെ തരണം കേട്ടോ എന്ന് പറയാറുണ്ട്. അത് സ്ഥിരമായിട്ട് പറഞ്ഞ വാക്കായിരുന്നു. ഇപ്പം എനിക്ക് പ്രശ്നമില്ല. അവളോട് തിരിച്ച് അങ്ങോട്ടാ പറയും, നീ വേണമെങ്കിൽ പഠിച്ചോ, എന്തായാലും എനിക്ക് 2 ലക്ഷം രൂപ വെസ്റ്റിലൂടെ ഞാൻ വാങ്ങിച്ചിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങോട്ട് തിരിച്ച് പറയാൻ പറയും, 2 ലക്ഷം രൂപ എന്തായാലും വെസ്റ്റിലൂടെ എനിക്ക് വരും, അത് 100% ഞാൻ വാങ്ങിച്ചിരാന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് വെസ്റ്റേജിൽ വന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? ഞാൻ അതാണ് നേരത്തെ ആദ്യം ചോദിച്ചത്. 5000 രൂപയോ 10000 രൂപയോ അല്ല, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ബിസിനസ്സിൽ വന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവും. എങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു 5000 രൂപയോ 10000 രൂപ വരുമാനത്തിലാണെങ്കിൽ ഇതിൽ വന്നിട്ട് കാര്യമില്ല. കാരണം അപ്പോഴേക്കും നിങ്ങൾ നിർത്തി പോയിട്ടുണ്ട്. ഇതൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ ഒരു ചലഞ്ചസ് നിങ്ങൾക്ക് വരില്ല. ഈ ഒരു ബിസിനസ് സക്സസ് ആവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ ഡ്രീമാണ്. സ്വപ്നങ്ങളുള്ള, കത്തിജ്വലിക്കുന്ന സ്വപ്നങ്ങളുള്ളവർക്ക് മാത്രം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടമ്മയോടാണെങ്കിൽ ഈ കാര്യം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പൈസയുണ്ട്, ഹസ്ബൻഡ് നല്ല ജോലി ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം വരുന്നുണ്ട്, ആവശ്യത്തിന് പൈസയും സ്വർണവും വാങ്ങിച്ചു കൊടുക്കും, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, സിനിമക്കും പോകും, കറങ്ങാനല്ല പോകുന്നുണ്ട്, വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. അതുപോലെ ഈ വരുമാനം പോലെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ഹസ്ബൻഡ് ആണെങ്കിൽ പോലും വേറെ ഒന്നിനും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ജോലി ഉണ്ടാവും, വരുമാനം കുറവായിരിക്കും, അവർക്കായിരിക്കും എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹം ഉണ്ടാവുക, അവർക്കാണ് കത്തിച്ചൊലിക്കുന്ന ഡ്രീം ഉണ്ടാവുക. അതുപോലെയുള്ള നല്ലൊരു സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ചെയ്യാൻ നല്ല മനോഹരമായിരിക്കും, ഈസി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം, നിങ്ങൾ വലിയ സ്വപ്നം കാണാൻ, ഡ്രീം ബിഗ്, വലിയ സ്വപ്നം കാണാൻ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ലക്ഷത്തിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസ് ഇവിടെ വേണ്ട കേട്ടോ. അതിനു വേണ്ടി തന്നെ വർക്ക് ചെയ്യുക. കാരണം ഭീമ മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ മണം അടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. 1 ലക്ഷം രൂപയ്ക്ക് വരുമാനം അവർ മനസ്സിൽ കാണുന്നുണ്ട്, നോക്കിയാൽ കാണുന്ന ദൂരത്തേ ഉള്ളൂ. കാസർഗോഡ് നിന്നൊരു വ്യക്തി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം കാണത്തില്ല അല്ലേ. ട്രെയിൻ കയറി യാത്ര ചെയ്താൽ മാത്രമേ, അവിടെ എത്തി സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മാത്രമേ തിരുവനന്തപുരം കാണത്തുള്ളൂ. 1 ലക്ഷം രൂപ വരുമാനം ഇതിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇതിൽ പല ആൾക്കാർക്കും കാണുന്നുണ്ടാവില്ലല്ലേ. 1 ലക്ഷം രൂപ കിട്ടുമോ, ഇത് നടക്കുമോ എന്നൊക്കെ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും സുരേഷ് സാറിനും ഭീമാ മാഡത്തിനും ഇതിലുള്ള കുറേ ലീഡർമാർക്കും ഷാവുൽ സാറിനും ഷംന മാഡത്തിനും സുഷിത മാഡത്തിനും ഇതിലുള്ള പേര് പറഞ്ഞില്ല ഒരുപാട് ആൾക്കാർ, അവർക്കറിയാം ഇത് 1 ലക്ഷം രൂപ കാണുന്നുണ്ട്. ചില ആൾക്കാരുടെ കളർ കാണുന്നുണ്ടാവും, ചില ആൾക്കാർ നിഴല് കാണുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് 1 ലക്ഷം രൂപ കറക്റ്റായിട്ട് റൗണ്ട് എഴുതി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും വലിയ സ്വപ്നമായിട്ട് തന്നെ ഇതിനെ കാണണം. ചെറിയ സ്വപ്നമായിട്ട് ഒരിക്കലും കാണരുത്. നേരത്തെ ആദ്യം അക്ഷയൊക്കെ 5000 രൂപ എഴുതിക്കുക, അതിനൊരു 0 കൂട്ടിക്കോട്ടോ, ഒരു 50,000 കൂട്ടിക്കോ. അത് നേടാൻ സാധിക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഡ്രീംസ്, എന്താണ് സ്വപ്നം അല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാൻ സാധിക്കുന്ന അതിൻ്റെ ഫ്യൂവലാണ്, പെട്രോളാണ് ഡ്രീം. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷറി വീട് വെക്കാൻ, അതുപോലെ ലക്ഷറി വാഹനം വാങ്ങിക്കാൻ, വിദേശ യാത്രകൾ പോകാൻ, ഈ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫ്യൂവലാണ് ഡ്രീം. ആ ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. ഇതില്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടാൻ സാധിക്കത്തില്ല. കാരണം ഈ ഡ്രീം ഇല്ലാത്ത വ്യക്തിയാണ് നമ്മൾ വിളിക്കുന്ന സമയത്ത്, സാറേ ഇന്ന് ഞാൻ മീറ്റിംഗ് കയറിയിട്ടോ, എന്താണ് അടുത്ത വീട്ടിൽ കല്യാണമായിരുന്നു. ചില ആൾക്കാർ മെസ്സേജ്, സാറേ ഒരു 3 ആഴ്ചത്തേക്ക് ഞാൻ ബിസിനസ്സിൽ ഉണ്ടാവില്ല കേട്ടോ, എന്താണ് അളിയൻ്റെ കല്യാണമാണ്, അതിൻ്റെ കുറച്ച് തിരക്കായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പിറന്നാളാണ് അടുത്ത മാസം. ഇത് ആരും ഉദ്ദേശിച്ച് പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ മെസ്സേജൊക്കെ എനിക്ക് അയച്ച ആൾക്കാർ ഇതിനകത്ത് കുറേ ഉണ്ടാവും കേട്ടോ. കുറേ ആൾക്ക് ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞെങ്കിൽ ഇതിൽ നിങ്ങൾ കുറേ ആൾക്കാർ ഉദ്ദേശിച്ചിട്ടായിരിക്കും, കുറേ ആൾക്കാർ ഉദ്ദേശിച്ചില്ല. അളിയൻ്റെ കല്യാണമാണ്, കുഞ്ഞിൻ്റെ പിറന്നാളാണ്, അല്ലെങ്കിൽ മക്കൾക്ക് എക്സാമാണ്, അല്ലെങ്കിൽ 9 മണിയുടെ മീറ്റിങ്ങിൽ മക്കൾ മൊബൈലിൽ ഗെയിം കളിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ സമയത്താണ് ചോറ് കൊടുക്കൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ്സിൽ ഈ പറഞ്ഞ ഡ്രീമാണോ ഉള്ളത്? കുട്ടികൾക്ക് ആ സമയത്ത് മൊബൈൽ ഗെയിം കളിക്കാൻ അമ്മമാർ മൊബൈൽ കൊടുക്കുന്ന വ്യക്തിക്കുള്ള ഡ്രീം എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇല്ല.
ആ ഒരു ഒറ്റ ഡ്രീമുള്ള വ്യക്തിയാണ്. കുട്ടികൾക്ക് ആ സമയത്ത് മൊബൈൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ആരും കൊടുക്കത്തില്ല. എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ പരീക്ഷ എടുക്കുന്ന സമയത്ത്, കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ട്യൂഷൻ, ഈ ലാപ്ടോപ്പ് വഴി, ഞാനിപ്പം ചെയ്യുന്ന സെഷൻ ചെയ്യുന്ന ഈ ലാപ്ടോപ്പ് വഴിയാണ് അവർക്ക് ഓൺലൈൻ ട്യൂഷൻ ഉള്ളത്. ആ സമയത്ത് സൂം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പോലും ഞാൻ അവളെ ഒരു ലോക്കൽ മൊബൈലിൽ സൂം മീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ സൂം മീറ്റിംഗ് നടത്തിയിരുന്നു. മകള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പോലും അവൾക്ക് ട്യൂഷൻ എടുക്കേണ്ട ലാപ്ടോപ്പാണ് ഞാൻ അവൾക്ക് മൊബൈലിൽ കയറിക്കോന്ന് പറഞ്ഞു. അത് ലോക്കൽ മൊബൈൽ, അത്ര നല്ല മൊബൈലൊന്നുമല്ല. ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അവളുടെ ട്യൂഷൻ ഞാൻ അതിൽ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കൊടുത്തിരിക്കുന്നത്, അവളെ 10ാം ക്ലാസ്സിനേക്കാളും പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന വെസ്റ്റേജ് ബിസിനസ്സിനായിരുന്നു. അതിന് എൻ്റെ വൈഫ് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് മാർക്കൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല, അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അവൾ +2 ഇപ്പം തീരാറായി. അവർ ഏത് രീതിയിൽ പഠിച്ചോളും, അതെനിക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഈ ബിസിനസ്സിൽ കാണുന്ന വാല്യൂ അതിലും വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ബിസിനസ്സിൽ കാണേണ്ടത്, ഈ ചെറിയ ചെറിയ എക്സ്ക്യൂസസ് ഒന്നും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. വലിയ സ്വപ്നങ്ങൾ കാണാം, ആ സ്വപ്നങ്ങളാണ് നിങ്ങളെ എല്ലാ അച്ചീവ്മെന്റ്സിലേക്കും എത്തിക്കുന്നില്ല. ഡ്രീമേഴ്സ് ആർ വിന്നേഴ്സ്. വലിയ സ്വപ്നങ്ങളുള്ളവർ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇദ്ദേഹത്തെ അറിയോ? അറിയോ ആരാണ്? മോഹൻലാലാണ്. AR റഹ്മാൻ അല്ലേ? ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. ഇദ്ദേഹത്തിന്റെ സ്റ്റോറിയൊക്കെ വായിച്ച ആൾക്കാർ അറിയാൻ പറ്റും. ഓസ്കാർ അവാർഡ് ജേതാവാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോറി, ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഹാർമോണിയൊക്കെ വിൽക്കുന്ന വ്യക്തിയായിരുന്നു. അത് വിറ്റുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകന് അത് വിറ്റുകൊണ്ട് കുടുംബം നോക്കാൻ ഏൽപ്പിച്ച അച്ഛനാണ്. അദ്ദേഹം സോജ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അവാർഡ് വാങ്ങിച്ചു. ജയഹോ എന്ന് പറഞ്ഞ പാട്ടിലൂടെ ഓസ്കാർ അവാർഡ് വാങ്ങിച്ചു. ആ ഒരു സാധാരണ കുടുംബത്തിൽ, ആ ദരിദ്ര കുടുംബത്തിൽ അദ്ദേഹത്തിന് ഈ ഓസ്കാർ അവാർഡ് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വിധിയെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വിധിയാണ്, അദ്ദേഹം ദരിദ്രനായി ജനിച്ചു എന്നുള്ള വിധിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹത്തെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാനും ഇത് തന്നെ എൻ്റെ സ്വപ്നം കാണുന്നത്. എൻ്റെ സ്വപ്നമായിരുന്നു അറിയപ്പെടുന്ന വ്യക്തിയായി മാറും എന്നുള്ളത്. അറിയപ്പെടുന്ന വ്യക്തി, ആൾക്കാരൊക്കെ അംഗീകരിക്കുന്ന വ്യക്തിയായി മാറുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതൊരിക്കലും ഞാൻ ചെയ്യുന്ന ജോലിയിലൂടെയോ ഞാൻ പൈസ ഇറക്കി ചെയ്ത ബിസിനസ്സിലൂടെയോ ആ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയപ്പെടുള്ളായിരുന്നു. ശരിയല്ലേ? എൻ്റെ സ്വപ്നം എന്തായിരുന്നു? അറിയപ്പെടുന്ന വ്യക്തിയെ മാറുന്നുണ്ടായിരുന്നു. ഞാൻ ആ ബോംബെയിൽ ആ സ്വന്തമായി ചെയ്ത സ്ഥാപനം അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആ 5-6 സ്റ്റാഫിൻ്റെ വീട്ടുകാർ മാത്രമേ എന്നെ അറിയപ്പെടുള്ളൂ. ഞാൻ ആ ബിസിനസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കുറച്ച് ആൾക്കാർ, എൻ്റെ കുടുംബക്കാർ മാത്രമേ എന്നെ അറിയപ്പെടുള്ളായിരുന്നു. അതുകൊണ്ടാണ് ആ ബിസിനസ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ശരിയല്ലേ? ദുബായിൽ വന്നു, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, എന്നിട്ടും അവിടെ എൻ്റെ വീട്ടുകാർ മാത്രമേ അറിയത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സിലും ആ കുറച്ച് ആൾക്കാർ മാത്രമേ അറിയപ്പെട്ടുള്ളൂ. ആ ബിസിനസ്സിലൂടെ എനിക്കുണ്ടായിരുന്ന ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടും ദൈവം എന്നെ പരീക്ഷിച്ച് വെസ്റ്റേജിൽ എത്തിച്ച സമയത്ത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇന്ന് ഏത് പഞ്ചായത്തിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാലും എവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന സ്ഥലം എനിക്കുണ്ട്, ചായ കിട്ടുന്ന സ്ഥലമുണ്ട്, ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്. എന്നെ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലും കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്, വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ. അപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ മാറാൻ സാധിച്ചത് വെസ്റ്റേജിൽ വന്നപ്പോഴാണ്. ഇന്ന് വേറെ ഏത് സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും അവിടെ നമ്മളെ വന്ന് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ആ ലെവലിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയെ മാറാൻ സാധിച്ചത്. ഇന്ന് വെസ്റ്റേജിന്റെ പെരുമ്പാവൂർ ഔട്ട്ലെറ്റിൽ പോയ സമയത്ത് അവിടെ നിന്ന് സതീ മാഡം എനിക്കൊരു ഫോട്ടോ അയച്ചത്, സാറിന്റെ ടീമിൽ ഒരാളാന്ന് പറഞ്ഞു. ഞാൻ മാഡം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ പേരൊന്ന് പറയാമോ? കാരണം ഞാൻ വീഡിയോ ഓഫാക്കിയിരുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഷാജി സാറിന്റെ ടീമിലാണെന്ന് അവിടെ പോയി പറഞ്ഞപ്പോൾ അവരെനിക്ക് ഫോട്ടോ അയച്ചു. ഫോട്ടോ അയച്ച സമയത്ത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ടീമാണ്, എനിക്ക് ആളെ അറിയാമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മാഡത്തിന് ചോദിച്ചു, മാഡം എനിക്ക് വീഡിയോ ഓഫാക്കിയിരുന്ന ആളാണ്, പേര് അറിയത്തില്ല, ഒന്ന് പേര് ചോദിച്ചു. അങ്ങനെയാണ് പേര് പറഞ്ഞു. മനസ്സിലാവും? നമ്മളെ അറിയപ്പെടുന്ന ആൾക്കാർ എല്ലാ സ്ഥലത്തുണ്ട്, എനിക്കറിയത്തില്ല. അല്ലെ? യേശുദാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാലേ, അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല. അല്ലേ? ഈ പറഞ്ഞ AR റഹ്മാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഷാജി മിത്തലിനെ അറിയില്ല, ഭീമാ മേഡത്തിനും രാജു സോപാനത്തിനെയും ഖാലിദ് ഭായിനെ അറിയത്തില്ല. നമുക്ക് എല്ലാവരും അവരെ നന്നായിട്ട് അറിയാം, നമ്മൾ അവരെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇതുപോലെ വെസ്റ്റേജ് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഇപ്പം വെസ്റ്റേജിലുള്ള ഒരുപാട് DLCPയിലും ഒരുപാട് സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങൾക്കും എന്നെ നന്നായിട്ട് അറിയാം. അതെങ്ങനെയായത്? ഞാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു? അറിയപ്പെടുന്ന വ്യക്തിയാവുന്നുള്ളതല്ല.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ മലയാള മനോരമ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ പത്രത്തിൽ പൈസ കൊടുക്കും, പൈസ ചോദിക്കാൻ പോകുമ്പോൾ മാത്രമേ ആ വീട്ടുകാർക്ക് എന്നെ അറിയൂ. ഇല്ലെങ്കിൽ രാവിലെ പത്രം വലിച്ചെറിയ ചെയ്തു, അല്ല ഗേറ്റിന് അവിടെ പുറത്തും എറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ എന്നെ അവർ കാണത്തില്ല. പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ മാത്രമേ അറിയപ്പെടുള്ളൂ. ഇവിടെ ഞാൻ സ്വപ്നം കണ്ടത് എന്തായിരുന്നു? അറിയപ്പെടുന്ന വ്യക്തിയെ മാറുക എന്നുള്ളതാണ്. അത് വെസ്റ്റേജിലൂടെ അത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ കാണുമ്പം, സ്വപ്നം കാണുമ്പം വലുതായിട്ട് തന്നെ കാണണം. അല്ല, ഒരു 5000 രൂപ വരുമാനം കിട്ടാനാണെങ്കിൽ ഇന്ന് ഈസി ആയിട്ട് തൊഴിലുറപ്പിന് പോയാൽ കിട്ടും, പണി പോലും എടുക്കണ്ട. അല്ലെ? പണ്ടാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് തന്നെയായിരിക്കും. ഇന്ന് അച്ഛനമ്മമാർ ഒറ്റക്കാണെങ്കിൽ മക്കൾക്ക് പൈസ ഉണ്ടെങ്കിൽ അവിടെ ഹോം നേഴ്സ് ഉണ്ട്. പണ്ട് ഒരു വീട്ടിൽ ഒരാൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അമ്മമാരും അല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാ സ്ത്രീകളും ആ പ്രസവിച്ച സ്ത്രീകളെ ശുശ്രൂഷിക്കാനുണ്ടോ, പരിശോധിക്കാനുണ്ടോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളുണ്ടോ? ഇന്ന് അതിന് പോലും പൈസ കൊടുത്ത് ആൾക്കാർ വെക്കുന്നുണ്ട്. കാലഘട്ടം മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ സമയത്തും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നങ്ങൾ നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. ഇഫ് യു വാണ്ട് ടു അച്ചീവ് ഡ്രീംസ്, അപ്പൊ നിങ്ങൾ വലിയ സ്വപ്നം കാണാം. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, കുന്നോളം സ്വപ്നം കണ്ടാൽ കുന്നിക്കുരുവോളം കിട്ടുന്നല്ലേ. മലയോളം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുന്നോളം കിട്ടുന്ന പറഞ്ഞാൽ, ഞാൻ കണ്ട സ്വപ്നം ചെറുതല്ല, വലിയ സ്വപ്നം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും വെസ്റ്റേജിലൂടെ കുറച്ചെങ്കിലും ആൾക്കാർ അറിയപ്പെടുന്ന ലെവലിലേക്ക് എത്താനും ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്താനും ദുബായിൽ വാങ്ങിക്കുന്ന ശമ്പളം നാട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ്സാക്കി മാറ്റാൻ സാധിച്ചതും. അതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രസന്റേഷൻ ഞാൻ കേട്ട സമയത്ത്, താല്പര്യമില്ലാതെ കേട്ട സമയത്തും ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആ അനുഭവമാണ്. നിങ്ങൾ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളെ ജോയിൻ ചെയ്തെത്തി സൂം ലിങ്ക് അയച്ചാൽ മീറ്റിംഗ് കയറാം, മീറ്റിംഗ് കയറുന്നു പറയല്ലേ. അല്ലെ, എല്ലാവർക്കും മെസ്സേജ് അയക്കും, മീറ്റിംഗിൽ കയറാൻ വേണ്ടി പറയും. ഈ നിങ്ങൾ അയച്ചെടുത്ത വ്യക്തി കയറി എന്നുള്ളതായിരിക്കും നിങ്ങൾ പല ആൾക്കാരും ഇപ്പൊ നോക്കുന്നുണ്ടാവും. അല്ലെ, അയാൾ കയറിയിട്ടുണ്ടോ, കയറി നിങ്ങൾ സന്തോഷമായി, ലാസ്റ്റ് വരെ ഇരിക്കുവാണെങ്കിൽ സന്തോഷമായി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ലിങ്ക് അയച്ച വ്യക്തി അതന്നെ ചിന്തിച്ചത്. 4 ദിവസം കണ്ടിന്യൂ ലിങ്ക് അയച്ചിട്ട് ഞാൻ കയറിയിട്ടില്ല. ഞാൻ ബിസിയാണ്, ഒരു ബിസിയില്ല, ബിസിയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം ലീവാണ്, ദുബായിൽ ആ സമയത്ത് വെള്ളിയാഴ്ച ദിവസം ലീവായിരുന്നു. അന്ന് കൊറോണ സമയത്തായതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രസന്റേഷൻ നടക്കുന്നത്. നമ്മളെ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് ഏട്ടൻ അന്ന് നമ്മളെ ഗസ്റ്റ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ, സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു അദ്ദേഹം ആ മീറ്റിങ്ങിൽ. അദ്ദേഹത്തിന്റെ സെഷനായിരുന്നു. ഞാനിത് ഓണാക്കിയിട്ട് മൊബൈൽ കമിഴ്ത്തി വെച്ചു, കാണാൻ വേണ്ടിയല്ല കേൾക്കാൻ വേണ്ടിയല്ല, ഓണാക്കിയിട്ട് ഈ ആൾ ഇത്രയും ദിവസം അയച്ച ലിങ്കല്ല ഒന്ന് കയറിയിട്ട് പേര് കാണിച്ചു കൊടുക്കാണ്ട് ലിങ്ക് ഓണാക്കിയിട്ട് കമിഴ്ത്തി വെച്ചു. എന്നിട്ട് ഞാൻ വേറെ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മീറ്റിങ്ങിൽ സുരേഷ് ഏട്ടന്റെ വാക്ക് കേട്ടപ്പോൾ ആ മൊബൈൽ ഞാൻ തിരിച്ചു വെച്ചു, കമിഴ്ത്തി വെച്ച മൊബൈൽ തിരിച്ചു വെച്ചു. പിന്നെ ഞാൻ ആ മീറ്റിംഗ് മുഴുവനായിട്ട് കേട്ടു. അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ആ സക്സസ്, അവിടെ എനിക്കൊരു പോയിന്റ് കിട്ടിയായിരുന്നു. ഞാൻ ഇത്രയും പരാജയപ്പെട്ടു പോയത്, ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടു പോയത് ആ ഒരു സ്ഥലത്ത് വിജയിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് മനസ്സിലായത് അന്നത്തെ ദിവസം. അതിനുശേഷം ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ ഒരു മീറ്റിങ്ങും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ ഒരു മീറ്റിങ്ങും ഷാജി മിത്തൽ എന്ന വ്യക്തി ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ പഴയ ആൾക്കാർക്ക് അറിയാം, എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് യാത്ര സമയത്താണ് എൻ്റെ മീറ്റിംഗ് ടൈം. ആ സമയത്ത് ഞാൻ ബസ്സിലായിരിക്കും. പല ആൾക്കാരും കണ്ടിട്ടുണ്ടോ, പഴയ ആൾക്കാർക്ക്. ഞാൻ ബസ്സിൽ ഇരുന്നുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ഓടി വന്ന് മീറ്റിംഗ് വീട്ടിലെത്തി ഉടനെ പകുതി മീറ്റിംഗ് വീട്ടിലെത്തും. അപ്പം സമയം ഞാൻ വീഡിയോ ഓണാക്കും. ഞാൻ വീഡിയോ ഓണാക്കിയ പഴയ ആൾക്കറിയാം ഷാജിയേട്ടൻ വീട്ടിലെത്തി എന്നറിയാം, പഴയ ആൾക്കാർക്ക് അറിയാം. വീട്ടിലെത്തി, അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കിയത്. ആ വേർപ്പോടുകൂടിയാണ് ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു മീറ്റിംഗ് പോലും മിസ്സാക്കിയിട്ടില്ല. കാരണം ആ ഒരു ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച എന്താണോ അത് നേടാൻ സാധിക്കുന്ന കറക്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് എന്നെ ദൈവം എത്തിച്ചതെന്നുള്ളത്. അത് സത്യസന്ധമായിട്ട് അത് ശരിയായിരുന്നു. അന്ന് ആ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഒരുപാട് സൂം മീറ്റിംഗ് അറ്റൻഡ് സമയത്ത് അന്നേരം 10 കോർ സ്റ്റെപ്പിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഞാൻ ചെയ്യുന്ന സെഷനാണ് കേട്ടോ. അത് ഈ ഡ്രീം സെഷനായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സെഷൻ നമ്മുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് എഴുതി വെക്കുന്നുള്ളത്. കടം കൊടുക്കാനുള്ള പേര് എഴുതിയില്ല, കിട്ടാനുള്ള പേര് കിട്ടാനില്ല, അതുകൊണ്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കൊടുക്കാനുള്ള ആൾക്കാർ പേര് കൂടെ ഞാൻ എഴുതി വെക്കത്തില്ല, മറന്നു അതും എല്ലാം മൈൻഡില്ല, ഒന്നും എഴുതി വെക്കത്തില്ല. ഭയങ്കര മടി എഴുതാൻ വേണ്ടി. അവിടെ ആ മീറ്റിങ്ങിൽ എപ്പോഴും പറഞ്ഞത്, നിങ്ങളുടെ ഡ്രീം സ്വപ്നം അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ആ ഡ്രീം ബുക്കിൽ അത് എഴുതി വെക്കുക എന്നുള്ളത്.
അവിടെ എഴുതി വെക്കാൻ അത്രയ്ക്ക് മടിയനാണ് ഞാൻ എഴുതി വെക്കാൻ. അന്നേരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറേ സെഷനുകൾ കേട്ടുള്ള സമയത്തും ഒരു സാധാരണ ബുക്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പിക്ചറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചുമരിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ ഉണ്ട്, ഈ സൈഡിലൊക്കെ ഉണ്ട്. എനിക്ക് വെക്കേണ്ട വീടിൻ്റെയും വാങ്ങിക്കേണ്ട കാറിൻ്റെ ഒക്കെ പിക്ചർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സ്വപ്നങ്ങൾ കുറേ എഴുതി വെച്ചു. നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാന്നുള്ളത് ആദ്യം എഴുതി വെച്ചത്. അതിൽ നിങ്ങൾ ആരും എഴുതി വെക്കാത്ത സ്വപ്നം ഞാൻ എഴുതി വെച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ സമയത്തും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയ സമയത്തും എനിക്ക് ഒരുപാട് റിലേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബന്ധക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചങ്ങായിമാർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ തിരിച്ചിതിൽ കൊണ്ടുവരാനും, തിരിച്ചിതിലേക്ക് കൊണ്ടുവരാനല്ല, തിരിച്ച് അവരെ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അവര് ഞാൻ കുഴപ്പക്കാരനല്ല, വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്വപ്നമാണ് എന്നെ ആദ്യം എഴുതി വെച്ചത്. പിന്നെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായ, സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്വർണ്ണങ്ങൾ ഉള്ള ഗോൾഡ് മുഴുവനായിട്ടും പോയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ കയ്യിലുള്ള എല്ലാ സ്വർണ്ണങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ബിഗ് സീറോ ആണ്. അത് കംപ്ലീറ്റ് തിരിച്ച് വാങ്ങിക്കണം, തിരിച്ചെടുക്കണം എന്ന് സ്വപ്നമുണ്ട്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി സ്വപ്നങ്ങൾ ഞാൻ പറയുന്നില്ല. ഇതാണ് ഞാൻ ആദ്യം എഴുതിയ കുറേ കാര്യങ്ങൾ. അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും എൻ്റെ ചുമരിലൊക്കെ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടോ. ഇതൊക്കെ ഉണ്ടോ? ഇതെല്ലാം ഇവിടെയെല്ലാം എഴുതി പഠിച്ചിരുന്ന സാധനം. 10 ലക്ഷം രൂപ മാസ വരുമാനം. ഇത് മുന്നേ തന്നെ എൻ്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുകയും ചെയ്തു. എനിക്ക് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ബിസിനസ്സിന് കൂടെ എന്തെങ്കിലും സ്വപ്നങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. എഴുതിയത് എപ്പോഴും വായിക്കാൻ, കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കണം. അത് പിക്ചറൈസ് ചെയ്യണം. ഡ്രീം ബുക്കിലുണ്ടെങ്കിൽ കാറാണെങ്കിൽ കാറിൻ്റെ പിക്ചർ, വീടാണെങ്കിൽ വീടിൻ്റെ പിക്ചർ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. നേരത്തെ ഉച്ചക്കത്തെ മീറ്റിംഗ് കയറിയ വ്യക്തി എനിക്ക് അതിനുശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ആയിഷ താത്തം വാങ്ങിച്ച ആ 2 കോടിയുടെ വീട് വെക്കാനും 5 ലക്ഷം വരെ വരുമാനം വാങ്ങിക്കാനും ഞാൻ എത്ര ആൾക്കാർ ഇതിനകത്ത് ജോയിൻ ആക്കണം. നിങ്ങളിതിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ട് ആയിഷ താത്ത വാങ്ങിച്ച പോലെ 1 കോടിയുടെ വീട് 2 വെക്കാൻ ഇന്ന് അടുത്ത മാസം വാങ്ങിക്കാൻ എഴുതി വെക്കരുത്. നമ്മൾ എഴുതി വെക്കുന്ന അതിന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. മെർസിഡീസ് ബെൻസ് വാങ്ങിക്കാൻ അടുത്ത വർഷം നിങ്ങൾക്ക് സാധിക്കത്തില്ല. 10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ അടുത്ത വർഷം സാധിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഭീമ മാഡം ഇതിൽ നല്ല വരുമാനം കിട്ടിയപ്പോൾ നല്ലൊരു അടിപൊളി മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുവരെ ഒരു സാധാരണ മൊബൈൽ, എപ്പോഴും ഹാങ് ആയിക്കൊണ്ടിരിക്കുന്ന മൊബൈലാണ് ഭീമ മാഡം ഉപയോഗിച്ച ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ശരിയല്ലേ ഭീമ മാഡം? ഒരു സാധാരണ മൊബൈൽ ഉപയോഗിച്ചാണ് ഭീമ മാഡം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ലൊരു വരുമാനം കിട്ടി. 29,000 രൂപ വരുമാനം കിട്ടിയപ്പോൾ ഭീമ മാഡം ആദ്യം പോയത് നല്ലൊരു മൊബൈൽ വാങ്ങിക്കണം. അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും നല്ലൊരു മൊബൈൽ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുള്ളൂ. ആദ്യം ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്ത മൊബൈലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടോ, അത് കംപ്ലൈന്റ് ആയ സമയത്ത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. നല്ലൊരു മൊബൈൽ വാങ്ങിക്കുക ഹസ്ബൻഡിനും ആഗ്രഹമുണ്ടാവും, ഭീമ മാഡത്തിനും ആഗ്രഹമുണ്ടാവും. പക്ഷേ ഈ കിട്ടുന്ന ശമ്പളം തികയണ്ടേ മൊബൈൽ വാങ്ങിക്കുമ്പോൾ മാറ്റി വെക്കാൻ വേണ്ടി? ചിലപ്പോൾ ഒരു 5,000 2,000 മാറ്റി വെച്ചിട്ടുണ്ട്, അടുത്ത വർഷം വാങ്ങിക്കാൻ വെച്ചിട്ട് അപ്പോഴേക്ക് 2 പനി, ജലദോഷം, തുമ്മലും വന്നു കഴിഞ്ഞാൽ അതങ്ങ് പോയി. പിന്നെ മൊബൈലിന്റെ സ്വപ്നം അവിടെ കിടക്കുന്നു. ശരിയല്ലേ? ഞാൻ പറഞ്ഞ് ശരിയാണോ? ഇങ്ങനെയല്ലേ പല ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കണം എന്ന്. ഇത്ര വർഷം, അടുത്ത വർഷം ആവുമ്പോഴേക്കും ഒരു 50,000 രൂപ വരുമാനം, അത് ഈസിയാണ്. 1 ലക്ഷം രൂപ വരുമാനം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ. അത് ക്രിസ്റ്റലൈസ് ചെയ്ത് വെക്കുക. ഇന്ന ഡേറ്റിൽ 2030 ആകുമ്പോൾ ഞാൻ 1 കോടിയുടെ വീട് വെക്കും. അത് വേണം എഴുതി വെക്കാം. 2030, 4 വർഷം. അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന് വീട് വെക്കാം, അത് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇത്ര ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കുന്നത്, അത് എഴുതി വെക്കാം. കുറച്ച് സ്വർണം വാങ്ങിക്കുന്നത് എഴുതി വെക്കാം. കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നത് എഴുതി വെക്കാം. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം. അടുത്ത വർഷം എഴുതി വെക്കാം. അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു മൊബൈൽ, ഒരു 15,000 20,000 മൊബൈൽ വാങ്ങിക്കണം. അത് നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. എഴുതി വെക്കാൻ നമുക്ക് ചിന്തിക്കണം കേട്ടോ. ഈ കല്യാണത്തിനും ഹോസ്പിറ്റൽ കേസിനും എല്ലാം പോയി കഴിഞ്ഞാൽ ഇതൊന്നും എഴുതി വെക്കൽ മാത്രമേ നടക്കുള്ളൂ. വായിച്ച് കളഞ്ഞു തരും. പിന്നെ വീണ്ടും ഡേറ്റ് മാറ്റേണ്ടി വരും. ഡേറ്റ് മാറ്റാൻ വേണ്ടി ചെയ്തത് കേട്ടോ. ആ ഡേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതിനു വേണ്ടി നിങ്ങൾ കമ്മിറ്റഡ് ആയി മാറണം. പിന്നെ അത് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ഇതിലൊരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ മോനെ എപ്പോഴും അടുത്തിരുത്തും. ഇനി യൂട്യൂബിൽ പോയിട്ട് ആ കാറിൻ്റെ മോഡൽ അടിക്കും, അതിൻ്റെ ഒരു കളർ സെലക്ട് ചെയ്യും, അതിൻ്റെ ഇങ്ങനെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാനും മോനും കണ്ടുകൊണ്ടിരിക്കും. ആ വഴിയിൽ അവിടെ വെച്ച് ആ വണ്ടിയുടെ പേര് കണ്ട് അവൻ എപ്പോഴും വിളിച്ചു വരും, അച്ഛാ ഇതാ ആ വണ്ടിയിലാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും
അതിൽ അവന്റെ മുന്നിൽ നമുക്ക് നാളെ കളയും ഇത് വാങ്ങിച്ചില്ലെങ്കിൽ, അല്ലേ? കളിയാക്കൂല പിന്നെ. ആദ്യം അവൻ്റെയൊക്കെ ആഗ്രഹം വലിയ കാറാണ്, അല്ലേ? ആ കാർ നമുക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പറ്റത്തില്ല. ലംബോർഗിനിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതൊക്കെയാണ് അവൻ പറഞ്ഞ കാറൊക്കെ. അതൊക്കെ വേണമെങ്കിൽ അവന് വാങ്ങിക്കാൻ പറ്റും. കാരണം മെസ്സിസ് ബെൻസൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്കും ലംബോർഗിനിയും പോകാൻ സാധിക്കും. കാരണം ഗൗതം പാലി സാർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അവന്റെ പ്രായത്തിൽ, അവനിപ്പോൾ 7 വയസ്സേ ആയിട്ടും ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവനത് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. അവന്റെ സ്വപ്നമായിരിക്കും അത്. അത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്വപ്നങ്ങളെ ക്രിസ്റ്റലൈസ് ചെയ്യാം, അതിനെ വിഷ്വലൈസ് ചെയ്യുക, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, വെർബലൈസ് ചെയ്യുക കേട്ടോ. എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കളോടായാലും വൈഫിനോടായി കഴിഞ്ഞാലും പരിചയക്കാരോടായി കഴിഞ്ഞാലും, ഞാൻ വെസ്റ്റിയിലൂടെ ഒരു 2 കോടിയുടെ വീട് വെക്കും, പറഞ്ഞോ, കളിയാക്കിക്കോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഞാൻ വെസ്റ്റിജിലൂടെ എൻ്റെ ഡ്രീം ഹോം വെസ്റ്റിജിലൂടെ വെക്കാൻ പോകുന്നത്. പല ആൾക്കാരും എന്നെ വഴി വെച്ചിരിക്കും, നിങ്ങൾ വീടുണ്ടോ, നാട്ടിൽ വീടുണ്ടോ? ഞാൻ വീടിൽ പഴയ വീടുണ്ട്, പക്ഷേ ഞാൻ വെസ്റ്റിജിലൂടെ വീട് വെക്കുന്നുണ്ട്. അതിലൂടെ വീട് വെക്കുന്നുണ്ട്, ഹൗസ് ഫണ്ട് കിട്ടുന്നുണ്ട്, അതിലൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്. കാരണം അവർ എടുത്ത വീടിൻ്റെ ലോൺ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക, കുറേ വർഷങ്ങളായിട്ട്. വീടിൻ്റെ പെയിന്റ് പോകാനായി, ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ സ്വപ്നങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, വെർബലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ചങ്ങായിമാരോടായിക്കൂടെ, ബന്ധക്കാരായിക്കൂടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് ഫീലിങ്സ് വരും, ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ഒരു സ്വപ്നം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം, നമുക്ക് ഡ്രീം ഉണ്ട്, ഇന്നതൊക്കെ നേടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഡ്രീം നേടണമെങ്കിൽ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഈ സ്വപ്നം വിചാരിച്ച് നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചങ്ങായിമാരോട് പറയാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, കളിയാക്കുകയാണ്, നിരുത്സാഹപ്പെടുത്തലാണ്, റിജക്ഷനാണ് വരുന്നെങ്കിൽ അവിടെ നമ്മൾ സ്വപ്നം വേണ്ടാന്ന് നോക്കരുത്. ഒരു കാരണവശാലും ആ സ്വപ്നം വേണ്ടാന്ന് നോക്കരുത്. കാരണം നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മളെ ആ ഡ്രീമിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇതിൽ ആൾക്കാർക്ക് അറിയാം, കാസർഗോഡ് നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, CEO സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലുള്ള നമ്മുടെ ടീമിലുള്ള ആളല്ല കേട്ടോ, വേറെ ഏത് ഓർഗനൈസേഷനാണ്. കാസർഗോഡ് CEO വന്നപ്പോൾ ആ ഗ്രൂപ്പിൽ വന്ന വ്യക്തിയാണ് അദ്ദേഹം. വിനോദ് സാറിനെ കോൺടാക്ട് ചെയ്ത് ആ പ്രോഗ്രാം വിനോദ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വെസ്റ്റേജ് ബിസിനസ് സീരിയസ് ആണോ? അത് സീരിയസ് ആണ്. എന്താ അദ്ദേഹം ഫോക്കസ്? വാട്ടർ പ്യൂരിഫയർ ഫോക്കസ്. വാട്ടർ പ്യൂരിഫയറിന്റെ ഓർഡർ പിടിക്കാൻ നടക്കാൻ തരും. അദ്ദേഹത്തിന് ലീഡർ അദ്ദേഹത്തെ പഠിപ്പിച്ചത് വാട്ടർ പ്യൂരിഫയറിന്റെ ഓർഡർ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന് നല്ല വിലയാണ്, 36,000 രൂപ വാട്ടർ പ്യൂരിഫയറിന് വിലയുണ്ട്. അതിന്റെ പിറകെ പോയിട്ട് ഇങ്ങനെ ആൾക്കാർ വാട്ടർ പ്യൂരിഫയറിന് ഓർഡർ പിടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ സ്വപ്നം നേടാൻ പറ്റും തോന്നുന്നു? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വേണം കമന്റ് ഇട്ടോ. അദ്ദേഹം ഇങ്ങനെ വാട്ടർ പ്യൂരിഫയറിന്റെ ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ മാസം വരുമാനം അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് വരുമോ? എന്നിട്ട് അദ്ദേഹം സംസാരിച്ച്, നിങ്ങൾ വാട്ടർ പ്യൂരിഫയറാണ് ഫോക്കസ്, അങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇന്നലെ വീണ്ടും സംസാരിച്ചു, സാറേ എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്? ഞാൻ അടുത്ത മാസം കുവൈറ്റിൽ പോവാണ്. എന്തിനാ? ജോലിക്ക് പോവാം. കുവൈറ്റിൽ ജോലിക്ക് പോകണം. അവിടെ നിന്നിട്ട് വെസ്റ്റ് ചെയ്യാൻ വേണ്ടി, കാസർഗോഡ് നിന്ന് ചെയ്യാൻ പറ്റാണ്ട് കുവൈറ്റിലേക്ക് പോകണം, വെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ വെസ്റ്റ് കമ്പനി പോലും അവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല, അവിടെ പ്രൊഡക്റ്റ് പോലും കിട്ടാനില്ല. എന്നിട്ട് അവിടെ ജോലി കിട്ടിയതിന് ശേഷം ജഗതി സിംഗ് പറഞ്ഞില്ല, ഒരു ജോലി കിട്ടിയോണ്ട് 2 ദിവസം ലീവ് എടുക്കാൻ വേണ്ടി. ജോലി ഇല്ലാതെ 10 വർഷമായി വെറുതെ ഇരിക്കുക, വായനശാലയിൽ പോയി വെറുതെ ഇരിക്കുക. എന്നിട്ട് വേണം ഒരു ജോലി കിട്ടിയോണ്ട് 2 ദിവസം ലീവ് എടുക്കാൻ കിടക്കുന്ന അത് അദ്ദേഹം നാട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഡ്രീം ഉണ്ട് വിജയിക്കണത്, എന്നിട്ട് കുവൈറ്റിലേക്ക് ജോലി അന്വേഷിച്ച് നടക്കും. ഞാനുള്ള ജോലി കളഞ്ഞിട്ടാണ് വെസ്റ്റേജ് വന്നിരിക്കണേ. പല ആൾക്കാരുടെ പ്രശ്നത, വെസ്റ്റേജ് കയ്യിലുണ്ട്, ഇതിലുള്ള ലക്ഷങ്ങൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് ജോലി അന്വേഷിച്ച് നടക്കും. നിങ്ങളോട് ഉള്ള ജോലി കളയാനല്ല പറഞ്ഞു. ജോലി ഇല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ആരുമുണ്ടോ? ഒരു 6 മാസം വരെ ജോലിക്ക് പോകാത്ത വ്യക്തി, അല്ലെങ്കിൽ 1 വർഷം വരെ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഫോക്കസ് കൂടുതലും നിങ്ങൾ വെസ്റ്റേജിന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വരില്ല. നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ബയോഡാറ്റ അയക്കാനും ജോലി അന്വേഷിക്കലുമാണ്. പലപ്പോഴും രാത്രി ഓടി വന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, വേറെ ഒരു കാര്യം ചെയ്യില്ല, മീറ്റിംഗ് മാത്രം അറ്റൻഡ് ചെയ്യും. നല്ല അയാളുടെ വാക്കുകൾക്ക് ഭയങ്കര, ഷാജി സാറിന്റെ മീറ്റിംഗ് ഒക്കെ ഭയങ്കര ചാർജാണ്. അതിൻ്റെ അവിടെ കയറിയിരിക്കും, രാവിലെ കൊണ്ട് ജോലി അന്വേഷിച്ചാണ്. വല്ല കാര്യമുണ്ടോ? മീറ്റിംഗ് ഭയങ്കര ചാർജാണ്, മോട്ടിവേഷൻ. 1 കൊല്ലമായി ഷാജി സാറിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, എനിക്കാണെങ്കിൽ ഒരു 5 പൈസ കിട്ടിയിട്ടില്ല. ഇതിൽ പല ആൾക്കാരുണ്ടാവും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും ഉദ്ദേശിച്ചല്ല കേട്ടോ, പറഞ്ഞ് ശ്രദ്ധിച്ചോ. ഇതിൽ പല ആൾക്കാർ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇടായ ശേഷം, ഇപ്പോൾ ഒരു പുതിയ വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കയറി ഉടനെ അവർക്ക് ഒരിക്കലും ഈ വിശ്വാസം ഉണ്ടാവില്ല. കാരണം നമ്മളെ മോട്ടിവേഷൻ കേട്ടിട്ട് ജോയിൻ ചെയ്ത് ഐഡിയ എടുത്ത ആൾക്കാരാണ്. പിന്നെ അവർക്കുള്ള സമാധാനം, ഇതിൽ വരുമാനം കിട്ടുന്നുണ്ടോ അറിയണ്ടേ. അപ്പോൾ ഗ്രൂപ്പിലുള്ള ഞാൻ ചെയ്ത കേട്ടോ,
ഞാൻ സത്യമായിട്ട് പറയും, ഞാൻ ഈ ജോയിൻ ചെയ്ത് ഐഡിയ എടുത്ത സമയത്ത് എന്നെ ഗ്രൂപ്പിലേക്ക് ഏടാക്കിയ പാട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പലർക്കും കോൾ വന്നിട്ടുണ്ടാവും. ഞാൻ ഒരു ചങ്ങായിനെ നമ്പർ എടുത്ത് വിളിച്ചു, ഹായ് നിങ്ങൾ എസ് ചെയ്യുന്നുണ്ടോ? ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത്, അറോ എവിടെ, ഞാൻ അന്നപ്പോൾ ഐഡിയ എടുത്തതാണ്, പിന്നെ ഇതുവരെ ചെയ്തിട്ടാണ്. ഞാൻ എന്തിനാ വിളിച്ചത്, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ചോദിക്കാൻ വേണ്ടി, മെസ്സേജ് ചെയ്താൽ വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അയാൾക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ? ഈ ഗ്രൂപ്പിൽ നിന്ന് കോൾ ചെയ്യും, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾ കുറേ കാലമായി ബിസിനസ് ചെയ്യുന്നത്. ചില ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ഗ്രൂപ്പിലിടും. അപ്പൊ ചോദിക്കും, ചേച്ചി കുറേ സാധനം വാങ്ങിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾ കുമാരി ചേച്ചിക്ക് അനുഭവമുണ്ട്. ചേച്ചി നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്ന് ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിളിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആ സാധനം വാങ്ങിച്ച് വലിയ പ്രയോജനം മെച്ചമുണ്ടോ? ഞാനും ഇത് ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് ഡ്യൂപ്ലിക്കേഷൻ എന്റെ ടീമിൽ അതുപോലെ നടക്കുക. ഇങ്ങനെ നമ്മൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ ഈ ബിസിനസ്സിൽ വെസ്റ്റേജ് വന്നിരിക്കുന്നത് 100% നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് വെസ്റ്റേജ്. ഒരു ഡൗട്ടും വേണ്ട, ഒരു ക്ലാരിറ്റി കുറവ് വേണ്ട. 100% നിങ്ങൾക്കിതിൽ എത്ര ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും മാറരുത്. ഓൾവേസ് തിങ്ക്, വലിയ സ്വപ്നത്തിന് വേണ്ടി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, വലിയ സ്വപ്നം തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ആ ഗ്രൂപ്പിൽ കാണുന്ന ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാതെ ഗ്രൂപ്പിൽ ഏഡാക്കിയത് മാത്രമേ ഉള്ളൂ. ഈ മെസ്സേജ് കാണുമ്പോൾ ഡിസ്റ്റർബായി ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ ലെഫ്റ്റ് ആവാൻ മടി. ആരെങ്കിലും വിജയിച്ചു പോകുന്നുള്ള പേടിക്കാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ തന്നെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ലെഫ്റ്റ് ആവത്തില്ല. ആ വ്യക്തിക്കാർക്കും ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തി മെസ്സേജ് അയക്കുന്നുണ്ടോ, നിങ്ങൾ എസ് ടി എത്ര കാലമായി? ഞാൻ 1.5 കൊല്ലമായി. എന്തെങ്കിലും കിട്ടാൻ തുടങ്ങി? എവിടെ? ഒന്നും കിട്ടിയില്ല. പിന്നെ രണ്ടാമത്തെ ചോദ്യമില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തതിനോ ചോദിക്കത്തില്ല, വല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് ചോദിക്കത്തില്ല, ഐ ഡി കട്ടായിട്ടുണ്ടാവും, ആ വ്യക്തിയോട് ചോദിക്കുന്നുണ്ടോ, അതും ചോദിക്കത്തില്ല. ആ സമാധാനമായി, അയാൾക്കൊന്നും കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അല്ല, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടോ? ഉണ്ട്, ഇതിനകത്തുണ്ടാവും. ഇത് നിങ്ങൾക്ക് തോന്നിയത് ഞാൻ നിങ്ങൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ, ഇത് ഞാനും ചെയ്തതാ. ഞാൻ ചോദിച്ച ചങ്ങായിയോട് ഞാൻ പക്ഷെ രണ്ടാമത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നെ ആരോ ഒരാൾ പിടിച്ച് ഗ്രൂപ്പിൽ ഏടാക്കിയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട്, മറ്റുള്ള അഭിപ്രായം കേട്ടിട്ട് പോകാതിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണോ, ഭീമാകടത്തിന് വിളിച്ച് ചോദിക്കാം. അവർ വരുമാനം വാങ്ങിക്കുന്ന അവരുടെ വരുമാനം ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ. ഷംന ടീച്ചറോട് ചോദിക്കാം, ഷാഹുൽ സാറിനോട് ചോദിക്കാം, ഗ്രൂപ്പിൽ ഇൻകം കണ്ടു ചോദിക്കാം, ആയിഷ മാഡത്തിനോട് ചോദിക്കാം, റെഹാനത്തിനോട് ചോദിക്കാം. ഇവരൊക്കെ വരുമാനം വാങ്ങിച്ച് കാണിച്ചാളിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഒന്നും ചെയ്യാതെ, ഒരു പ്രൊഡക്റ്റ് പോലും വാങ്ങിക്കാതെ, ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാതെ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് വേറെ ഏതെങ്കിലും മണി ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഇല്ലാതെ പിടിച്ച് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഗ്രൂപ്പിലിരിക്കും, അദ്ദേഹം വേറെ ബിസിനസ് പോയി ജോയിൻ ചെയ്യും, എന്നിട്ട് ഇതിനകത്ത് ആൾക്കാർ പിടിച്ച് ജോയിൻ ചെയ്യും. ഇതിനകത്തുള്ള ആൾക്കാർ പൈസയും കൊണ്ടുപോകും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ബിസിനസ് വിജയിക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ ആരെ കൂടെ നിൽക്കണം? വിജയിച്ച ആൾക്കാർ കൂടെ. എപ്പോഴും നമ്മളെ ഡ്രീംസിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. നമ്മളിതിൽ എന്തിനാ വന്ന് ആ ഡ്രീംസിനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക, അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് സ്വപ്നം? നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത് എന്താണ്? ഉറക്കത്ത് കാണുന്ന സ്വപ്നം, കുഴിയിൽ വീഴുന്നത് ആന കുത്തുന്ന സ്വപ്നമായിരിക്കും കാണുന്നത് അവിടെ. അതല്ലേ നമ്മൾ കാണുന്ന സ്വപ്നം. നേരത്തെ ഷംന ടീച്ചർ പറഞ്ഞ പോലെ, അബ്ദുൽ കലാം പറഞ്ഞ പോലെ, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. ഉറക്കം വരാൻ പാടില്ല ഈ സ്വപ്നം കാണുമ്പോൾ. അതുകൊണ്ടാണ് 3:45 എഴുന്നേറ്റ് ഞാൻ ഈ CEP ചെയ്യുന്നത്. രാവിലത്തെ മോർണിംഗ് CEP ഞാൻ എന്തിനാ ചെയ്യണത്? കേരളത്തിൽ ഓരോ ലീഡർമാരും ചോദിച്ചു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ടല്ലോ, നമ്മളെല്ലാം കൂടെ ചേർന്ന് 100 പേരേ ഉള്ളൂ, നിങ്ങളുടെ ടീമിൽ മാത്രമേ 100 പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് ഉള്ളൂ, അപ്പൊ നിങ്ങളും കൂടെ നമ്മുടെ ടീമിലേക്ക് വാ. എനിക്ക് വളരെ സിമ്പിൾ ആയിരുന്നു അതിനകത്ത് ഇൻവോൾവ് ചെയ്യാം. ആ ലിങ്ക് അങ്ങ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് സുഖസുന്ദരമായിട്ട് രാവിലെ കിടന്നുറങ്ങായിരുന്നു. ഞാൻ എന്തുകൊണ്ടത് ചെയ്യാതിരുന്നേ? എൻ്റെ ടീമിലെ ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം, അവരെ ലീഡർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനും അവരെ കൊണ്ട് പ്രസന്ററാക്കി മാറ്റാൻ വേണ്ടി ഞാനത് ചെയ്തു. പക്ഷെ എൻ്റെ ലീഡർമാരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒറ്റക്കായി റെക്കോർഡ് സെഷൻ പ്ലേ ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. എൻ്റെ ഡ്രീം അവിടെ പോയി, അവർ റെഡിയല്ല, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരക്കാണ്. അന്നേരം ദോശ കൊണ്ട സമയമാണ്, മക്കളെ മദ്രസയിൽ പോണ സമയമാണ്, മക്കളെ സ്കൂൾ ബസ് വരുന്ന സമയമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വഴി? ഒരുപാട് രക്ഷയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ബാക്കി സമയം റെക്കോർഡ് പ്ലേ ചെയ്യും. ഒരു മാസത്തിൽ 4 ഞായറാഴ്ച ഇല്ലേ, 4 ശനിയാഴ്ച ഇല്ലേ, ഇടക്കിടക്ക് ലീവ് വരുന്നില്ലേ, ഇടക്കിടക്ക് നിങ്ങൾ ലീവ് എടുക്കുന്നില്ലേ? ആ ദിവസം ഒരു സെഷൻ ചെയ്തൂടെ? ആ ദിവസം സെഷൻ ചെയ്തൂടെ? ഞങ്ങൾക്ക് ചെയ്യണം. അത് ചെയ്താലാണ് നിങ്ങൾ വലിയ ഡ്രീമിലേക്ക് എത്തുള്ളൂ. എല്ലാ ദിവസവും എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി ചെയ്തിട്ട് ഞാൻ ഭീമയോട് മിഞ്ഞാന്ന് പറഞ്ഞു, എനിക്കെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഇല്ലാണ്ടായി പോകട്ടോ, അങ്ങനെ ആവരുതെന്ന് പറഞ്ഞിട്ടില്ല.
അങ്ങനെ ആവില്ല. ഈ ബിസിനസ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യാനും, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കൂടെ വന്ന വ്യക്തി ചെയ്യുമ്പോഴാണ് പാസീവ് ഇൻകത്തിലേക്ക് പോകില്ല സുഹൃത്തുക്കളെ. ഇല്ലെങ്കിൽ ഞാൻ നാളെ ഇതുപോലത്തെ മോട്ടിവേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നാളെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ചെയ്ത റെക്കോർഡ് സെഷൻ കാണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എപ്പോഴും ഈ റെക്കോർഡ് സെഷൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കൊന്നും സംഭവിച്ചാൽ നിങ്ങൾ പ്ലേ ചെയ്യാമല്ലോ, അങ്ങനെയെങ്കിൽ ബിസിനസ് പോകുമല്ലോ. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ ആവുമ്പോഴല്ല നിങ്ങളിത് പഠിക്കണം, ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം, നിങ്ങൾ കൂടെ വന്ന വ്യക്തിയെ പഠിപ്പിക്കണം. നിങ്ങൾ രാവിലെ ബിസി ആണെങ്കിൽ കൂടെ വന്ന വ്യക്തി ബിസി അല്ലെങ്കിൽ അവരിത് പഠിപ്പിക്കണം. അപ്പൊ നമ്മളെ സ്വപ്നത്തെ ഹോൾഡ് ചെയ്യണം. നമ്മളെ ഗോളിന് ഒരു ഡെഡ് ലൈൻ വെക്കണം. അല്ലെ, ഇപ്പൊ ഞാനത് ചോദിക്കുകയാണ്, ഇതിൽ ആരെങ്കിലും മക്കളെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇതിൽ ആരെങ്കിലും ഫിക്സ് ചെയ്ത ആൾക്കാരുണ്ടോ? നമ്മൾക്കറിയാം, നമ്മൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ, മക്കളെ കല്യാണം ഉണ്ടെങ്കിൽ, അല്ല ഇപ്പം പെൺകുട്ടി ചിലപ്പോൾ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്നുണ്ടോ, എന്തായാലും 21, 22, 25 വയസ്സാകുമ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് തൊട്ട് ഒരു പവൻ സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 25ാമത്തെ വയസ്സാകുമ്പോൾ എന്തായാലും 25 പവൻ സ്വർണം കയ്യിലുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് തൊട്ടേ ഒരു പവൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കത്തില്ല. ആ പെണ്ണിനൊരു ചെറുക്കൻ പെണ്ണന്വേഷിച്ച് വന്ന സമയത്തായിരിക്കും, ആ പെണ്ണന്വേഷിച്ച് വരുന്ന സമയത്ത് ഫുൾ കടത്തിലും പ്രാരാബ്ദത്തിൽ നിൽക്കുന്ന അച്ഛനമ്മയായിരിക്കും, വീട്ടിൽ കടങ്ങളായിരിക്കും. പക്ഷേ കടം ഉണ്ടെങ്കിൽ പോലും ഒരു നല്ല ആലോചന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ വരത്തില്ല. ഓക്കെ വരത്തില്ല. കല്യാണം നിശ്ചയം കഴിഞ്ഞു, ഒരു 6 മാസം സമയം വേണം. നമ്മൾ ചോദിക്കുന്നുണ്ടാവും, എന്തിനാണ്? ഈ സ്വർണം അറേഞ്ച് ചെയ്യാൻ പറ്റണം. ചിങ്ങമാസത്തിലാണ് കല്യാണം, 6 മാസം സമയമുണ്ട്. ഒരു എക്സ്ക്യൂസും നിങ്ങൾ അവിടെ പറയത്തില്ല. ആ കല്യാണ സമയത്ത് ആ കുട്ടിക്ക് കൊടുക്കേണ്ട സ്വർണം മുഴുവൻ നമ്മൾ അവിടെ എത്തിക്കുന്നുണ്ടാവും. ഇന്നത്തെ ആ ഒരു ചടങ്ങ് പോലെ തന്നെ കല്യാണം നമ്മൾ നടത്തിയിട്ടുണ്ടാവും. സാധാരണ ലെവലിൽ ചോറും കറി കൊടുക്കാൻ പോലും പറ്റാതെ കപ്പാസിറ്റി ഇല്ലാത്ത ആ ഫാമിലി ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് DJ ഒക്കെ വെച്ചിട്ട് കല്യാണം നടത്തിയിട്ടുണ്ടാവും. ശരിയാണോ? നിങ്ങൾ കണ്ടിട്ട് നാട്ടിലെ കല്യാണം ഇപ്പൊ എങ്ങനെയാണ്? പറക്കുന്ന കല്യാണം ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ നമുക്കൊരു ഈ ഗോളിന് ഒരു ഡെഡ് ലൈൻ വേണം. മെർസിഡീസ് ബെൻസ് എപ്പോഴാണ് വാങ്ങിക്കുന്നത്? സാധാരണക്കാർ 25 ലക്ഷം 10 ലക്ഷത്തിന്റെ കാർ എപ്പോഴാണ് വാങ്ങിക്കുന്നത്? വീട് എപ്പോഴാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്ഥലം എപ്പോഴാണ് വാങ്ങിക്കാൻ പോകുന്നത്? സ്വർണം എപ്പോഴാണ് വാങ്ങിക്കാൻ പോകുന്നത്? അതിനൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഇന്ന ദിവസം വാങ്ങിക്കണം എന്ന് എഴുതി വെക്കുവാണെങ്കിൽ അതിനപ്പുറം വേറെ ഡേറ്റ് പാടില്ല. അല്ല, മകളുടെ കല്യാണം 22ാം വയസ്സിൽ നമുക്ക് കല്യാണം നിശ്ചയം കഴിഞ്ഞു, ഡേറ്റ് ഫിക്സ് ചെയ്തു, ക്ഷണിക്കാൻ തുടങ്ങി. മാറ്റുമോ? സ്വർണത്തിന് പൈസ ആയിട്ട് കല്യാണം മാറ്റില്ല, ലോൺ എടുക്കും നമ്മൾ. ഇല്ലെങ്കിൽ രേഖ പണയം വെച്ച് സാധനം വാങ്ങിക്കും. അല്ലേ, അത് ഡെഡ് ലൈൻ ആണത്. അതേപോലെ ഒരു ഡെഡ് ലൈൻ നമ്മൾ ഇതിൽ കാണണം. ഇതിലുള്ള ഒരു വ്യക്തിയും, കുമാരി ചേച്ചി ആയിക്കോട്ടെ, കൃഷ്ണമണി ചേച്ചി ആയിക്കോട്ടെ, മുകുന്ദേട്ടൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീന സനു ആയിക്കോട്ടെ, നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്തിനാണോ വന്നേ? ഒരു വീട് വെക്കാനാണോ? അത് എപ്പോഴാണ് വെക്കണ്ടേ? ആ സമയത്ത് 2030 ഒരു 50 ലക്ഷത്തിന്റെ വീടെങ്കിൽ ഞാൻ വെക്കും എന്ന ഒരു ഡെഡ് ലൈൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതിനുവേണ്ടി സമയം കണ്ടെത്തണം. ഒരു 5 വർഷം ഇഷ്ടപ്പെട്ട കാര്യം ഒഴിവാക്കും സുഹൃത്തുക്കളെ. TV കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയ മേലോട്ട് തള്ളാൻ ഇഷ്ടപ്പെട്ട കാര്യം ഒഴിവാക്കുക. അതിനുവേണ്ടി ആ ഡെഡ് ലൈൻ വെക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യാം. ഇവിടെ ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാം, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇയർലി ഗോളും മന്ത്ലി ഗോളും വീക്ക്ലി ഗോളും 24 മണിക്കൂർ ഗോൾ സെറ്റ്. 24 മണിക്കൂർ ഗോൾ സെറ്റ് ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ തുടങ്ങാം അല്ലേ, 24 മണിക്കൂറുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അതെല്ലാവർക്കും സിമ്പിൾ അല്ലേ. നാളെ ഇന്ന് രാത്രി 9 മണിക്ക് നമ്മൾ പ്ലാൻ അറ്റൻഡ് ചെയ്തു അല്ലേ. ഇന്നത്തെ ഈ ഫാമിലി മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് 9 മണിക്കാണ്. നാളെ 9 മണിക്ക് എന്താ? പ്ലാൻ പ്രസന്റേഷൻ ആണ്, പുതിയ വ്യക്തികളുടെ പ്രസന്റേഷൻ ആണ്. നിങ്ങൾ ഇന്ന് രാത്രി ഈ സെഷൻ കഴിഞ്ഞ ശേഷം 24 മണിക്കൂർ ഗോൾ സെറ്റ് ചെയ്യുക. എന്തായിരിക്കണം ആ ഗോൾ? നാളത്തെ രാത്രിത്തെ 9 മണിയുടെ പ്ലാനിൽ ഞാൻ കൊണ്ടുവന്ന 2 പേരെങ്കിലും സൂമിലേക്ക് ഞാൻ കൊണ്ടുവരും. അദ്ദേഹം കയറിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 2 പേരെങ്കിലും സൂമിലേക്ക് ഞാൻ എത്തിക്കും. ഉച്ചക്കത്തെ 2 മണിയുടെ പ്ലാനിൽ ഒരു 2 പേരെ എത്തിക്കും. വൈകുന്നേരം 5 മണിയുടെ പ്ലാനിൽ ഒരു 2 പേരെ എത്തിക്കും. ഈ ഗോള് നിങ്ങൾ എഴുതി വെക്കൂ, ഡെഡ് ലൈൻ ഇടണം. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ 1000 രൂപ ഫൈൻ വരും. നാളത്തെ 9 മണിയുടെ പ്ലാനിൽ നിങ്ങൾ 2 പേരും ഇല്ലെങ്കിൽ 1000 രൂപ ഫൈനാണ് ഞാൻ ഇടുന്നത് എന്ന് വിചാരിച്ചു നോക്കിയിട്ട്. എപ്പോഴേ ബിസിനസ് വേണ്ടാന്ന് പോയിട്ടുണ്ടോ അല്ലേ? അല്ല, ശരിയല്ലേ? ഷിജില അങ്ങനെയല്ലേ? 1000 രൂപ ഫൈൻ. നാളെ 2 മണിക്ക് ഷിജിലാൻ്റെ ആളില്ലെങ്കിൽ ഭീമ മാഡം ഫൈൻ തരുവാണെങ്കിൽ ഷിജില അന്നേ നിർത്തി പോയിട്ടുണ്ടാവും.
ഇവിടെ ഫൈനൊന്നും ഇല്ല, പൈസ ഒന്നും വേണ്ട. അങ്ങനെ ഷിജിൽ അങ്ങനെ പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ, അങ്ങനെ വിചാരിച്ച് നാളെ ഷിജിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദേവിക ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീന സനു ചെയ്യുകയാണെങ്കിൽ, മുഖതയുടെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നിർബന്ധമായിട്ട് നാളെ രണ്ടുപേരെ പ്ലാനിൽ എത്തിച്ചിരിക്കും. അങ്ങനെ 24 മണിക്കൂർ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത ചൊവ്വാഴ്ചത്തെ ഫാമിലി മീറ്റ് രാത്രി 9 മണിക്ക്, അടുത്ത ചൊവ്വാഴ്ചത്തെ വീക്കിലി ഗോളാണ്. അടുത്ത ചൊവ്വാഴ്ചത്തെ ഫാമിലി മീറ്റിൽ ഇന്ന് 150 പേര് പങ്കെടുത്ത ഫാമിലി മീറ്റിൽ നിങ്ങളെ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഈ മീറ്റിൽ? ഷിജിലിന്റെ എത്ര ആൾക്കാർ മീറ്റിംഗ്? ഷിജില മാത്രമേ ഉള്ളൂ. ഷിജില പുതിയ ആളാണ്, ഇന്നലെ ജോയിൻ ചെയ്തത്. സാജിദ ദാവൂദിന്റെ എത്ര ആൾക്കാർ ഈ മീറ്റിംഗ് കയറിയിട്ടുണ്ട്? ചിലപ്പോൾ ഒരാളുണ്ടാവും, ചിലപ്പോൾ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കുഴപ്പമില്ല. അടുത്ത ചൊവ്വാഴ്ചത്തെ ഫാമിലി മീറ്റിൽ ഒരു 2 വ്യക്തികളും ഐഡി എടുത്ത് ജോയിൻ ചെയ്ത വ്യക്തി ആ ഫാമിലി മീറ്റിൽ ഉണ്ടായിരിക്കണം. മുകുന്ദന്റെ കൂടെ 2 പേരെങ്കിലും അടുത്ത ഫാമിലി മീറ്റിൽ ഉണ്ടായിരിക്കും. അതൊരു ഗോൾ എഴുതി വെക്കും. അടുത്ത ചൊവ്വാഴ്ച ഫാമിലി മീറ്റിൽ നിങ്ങളെ കൂടെ, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ടീം മീറ്റിൽ 2 വ്യക്തികളും ഉണ്ടാവണം. മുകുന്ദേട്ടൻ, ഷംന ടീച്ചർ അങ്ങനെ എഴുതിയ പോരാട്ടോ. ഞാൻ മുകുന്ദേട്ടൻ 2 കാര്യം പുതിയ ആൾക്കാരെ പറഞ്ഞിട്ടോ. ഓക്കെ. അതുപോലെ ഷംന ടീച്ചറും ഭീമ മേഡൊക്കെ എഴുതുന്നത് എന്റെ ടീമിൽ നിന്നും ഷാജി സാറിന്റെ 155 പേര് പങ്കെടുത്ത ഫാമിലി മീറ്റിൽ അതിൽ 100-ൽ കൂടുതൽ ആൾക്കാർ എന്റെ ടീമിൽ നിന്നാണെന്ന് ഭീമ മേഡം എഴുതി വെക്കണം. ഷംന ടീച്ചർ അതിൽ ആ ഭീമ മേഡത്തിന്റെ 100 പേരാണെങ്കിൽ അതിൽ 50 പേരെങ്കിലും എന്റെ ടീമിൽ നിന്നായിരുന്നു ഷംന ടീച്ചർ എഴുതി വെക്കണം. എഴുതി വെച്ചൂടെ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മീറ്റിംഗ് വെച്ചപ്പോൾ 45 പേര് പങ്കെടുത്ത് മീറ്റിംഗ് നടത്തി ഷംന ടീച്ചർ ഇല്ലേ? അതുപോലെ നിങ്ങൾ വീക്കിലി ഡ്രീം എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് വെറുതെ അങ്ങ് പോക്കല്ല കേട്ടോ. കാരണം ഞാനുണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു പരിപാടി ബുക്ക് ചെയ്ത് പോയിരിക്കാം, അവരെ എല്ലാവരും കയറും, സാറ് നോക്കിക്കോ. അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ ഡ്രീം എഴുതി വെച്ചാൽ നിങ്ങളവിടെ ഉണ്ടാവണം. അത് എഴുതി വെച്ച ഗോൾ സെറ്റാക്കി വെക്കണം. മന്ത്ലി ഗോൾ സെറ്റ് ചെയ്യണം. അടുത്ത മാസം ഡിസംബർ മാസം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ പിൻ ഏതാണ്, നിങ്ങൾ കൂടെ വന്നിരിക്കുന്ന വ്യക്തിന് പിൻ ഏതാണ്, അത് എഴുതി വെക്കുക. മന്ത്ലി ഗോൾ സെറ്റ്. അതിനുശേഷം ഇയർലി ഗോൾ. അടുത്ത വർഷത്തെ നിങ്ങളുടെ പിൻ എന്തായിരിക്കണം, നിങ്ങളുടെ വരുമാനം എന്തായിരിക്കണം, നിങ്ങളുടെ കൂടെ വന്ന വ്യക്തിയുടെ വരുമാനം എന്തായിരിക്കണം, അതൊന്ന് എഴുതി വെക്കുക. അങ്ങനെ ഒരു ഗോൾ നിങ്ങൾ ഇയർലി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗോൾ മസ്റ്റ് ബി അച്ചീവബിൾ ആയിരിക്കണം കേട്ടോ. അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. അച്ചീവ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റഡ് ആയിരിക്കണം. കഴിഞ്ഞ വർഷം ഒരു 5-10 പേര് മെസ്സേജ് സാർ ഭീമ മേഡൊക്കെ പറഞ്ഞപ്പോൾ അയച്ചതാണ്, സാറിന് നിങ്ങൾ ഡ്രീം അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു വലിയ സെന്റൻസ് പാരഗ്രാഫ് അയച്ചു തന്നിരിക്കുക. എനിക്ക് വീട് വെക്കണം, മക്കളെ നല്ല പഠിപ്പിക്കണം. ആ മെസ്സേജ് അയച്ച വ്യക്തി ഞാൻ നല്ല തംസപ്പ് കൊടുത്ത് നമുക്ക് നേടാമെന്ന് പറഞ്ഞ വ്യക്തി പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. അവരെ കാണുന്നില്ല, എവിടെ പോയി നിൽക്കില്ല. എനിക്ക് ഷംന ടീച്ചർ അപ്ലൈനൊക്കെയാണ് തോന്നുന്നത് ആ സാധനം. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു. ഷംന ടീച്ചർക്ക് അപ്ലൈൻ ഉണ്ട്, ഇതുവരെ ഷംന ടീച്ചർ കണ്ടിട്ടില്ല. അവരൊക്കെ എനിക്ക് അങ്ങനെ ഡ്രീം അയച്ച് എഴുതി പോയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി നല്ല കഥ പോലത്തെ ഡ്രീമൊക്കെ എഴുതി, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. അത് വാങ്ങിച്ചിട്ട് പോയ ലോട്ടറി അടിച്ചോ എനിക്ക് അറിയത്തില്ല. അവർ പിന്നെ കണ്ടിട്ടില്ല. ആ മെസ്സേജ് വാങ്ങിച്ച് ഒരൊറ്റ പോക്ക് പോയതാണ്. നിങ്ങളുടെ ഡ്രീം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ 100% നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഓൾവേസ് ഫോക്കസ് യുവർ ഡ്രീം. എപ്പോഴും നമ്മൾ ആ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്കൂടെ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഡ്രീമിന് ശക്തി കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഒരു എക്സ്ട്രാ എനർജി വരുന്നുണ്ടാവും. നമ്മുടെ സ്വപ്നത്തിനെ സ്നേഹിക്കുക. നമ്മൾ എന്താണ് സ്വപ്നം കാണുന്നത് അതിനെ സ്നേഹിക്കുക. ഫോക്കസ് ഓൺ യുവർ ഡ്രീംസ്. ഫോക്കസ്, ഫോക്കസ്, ഫോക്കസ്. എന്തിനാ 3 പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? നമ്മുടെ ഡ്രീമിൽ നമ്മൾ ഫോക്കസ് ചെയ്യിക്കുക. ബി എ വിന്നർ. നമ്മൾ ഒരു വിജയിയായി മാറാൻ ശ്രമിക്കുക. ബി വിത്ത് വിന്നറായിട്ട് വിജയിച്ച ആൾക്കാരുടെ കൂടെ നിൽക്കുക. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പോലും നോക്കാതെ ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിൽ വിജയിച്ച ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇതിൽ വരുമാനം വാങ്ങിച്ച വ്യക്തിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് വ്യക്തിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്പോഴേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ച വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങളുടെ അയൽവക്കത്തിലുള്ള ചങ്ങായി ഈ ബിസിനസ്സിൽ നെഗറ്റീവ് ആണോ, നിങ്ങളുടെ ബന്ധത്തിലുള്ള ആൾക്കാർ ഈ ബിസിനസ് നെഗറ്റീവ് ആണോ, അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക. സുഹൃത്തുക്കൾ, നമ്മളായിട്ട് ബെസ്റ്റ് ചെയ്യുന്ന ഇതിൽ വിജയിച്ച വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ബി വിത്ത് എ വിന്നർ. എപ്പോഴും നമ്മൾ അവരെ കൂടെ നിൽക്കുക. നെവർ റിലാക്സ് ഓർ സ്റ്റോപ്പ് അൺടിൽ അവർ ഗോൾ റീച്ച്. നിങ്ങൾ ഏത് സ്വപ്നമാണോ ആഗ്രഹിച്ച അത് നേടുന്നത് വരെ
റിലാക്സ് ആവാതിരിക്കുക, കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 10 ലക്ഷം രൂപയ്ക്ക് വരുമാനം വാങ്ങിക്കാൻ വേണ്ടി റിലാക്സ് ആയി നടക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ ഒരു റിലാക്സും പാടില്ല. നിങ്ങൾ ജോലിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലിയേക്കാളും പ്രയോറിറ്റി കൊടുക്കുക. ഇടക്കിടയ്ക്ക് ലീവ് എടുക്കുക, കുഴപ്പമില്ല. എൻ്റെ വൈഫ് എനിക്ക് തന്ന സപ്പോർട്ട് എന്താ അറിയും? നല്ല ശമ്പളം വാങ്ങിക്കുന്ന ജോലി അത് റിസൈൻ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് വരുന്ന ഫിനാൻഷ്യൽ പ്രോബ്ലം ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് സമാധാനം തരണം, റെസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടേ. 4.5 വർഷമായി, 6 മാസം കൂടെ എനിക്ക് ടൈമുള്ളൂ. മനസ്സിലായേ? 5 വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വർഷം നിങ്ങൾ ജോലി മതിയാക്കുന്ന സമയത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ ഏറ്റെടുത്തോളാം. ദുബായ് പോലത്തെ ഒരു എക്സ്പെൻസീവ് നഗരത്തിൽ വാടക ഒരു വർഷത്തെ 5 ലക്ഷം രൂപയാണ് എൻ്റെ വാടക. ഒരു വർഷത്തെ മുഹമ്മദ് നൂറുക്കൊക്കെ അറിയാൻ പറ്റും ദുബായിലെ വാടക എത്രയാണ്. ഫാമിലി റൂമിൻ്റെ ഒരു വർഷത്തെ വാടക 5 ലക്ഷം രൂപ അടക്കുന്ന ആളാണ്. കറണ്ടിന്റെ ബില്ല് ഒരു മാസം 40,000 അടക്കുന്ന ആളാണ്. നെറ്റിന്റെ ബില്ല് ഏകദേശം 15,000 ഒരു മാസം അടക്കുന്ന ആളാണ്. മക്കളുടെ ഫീസ് 30,000 40,000 മാസം അടക്കുന്ന ആളാണ്. അത് ഈ ദുബായ് പോലത്തെ എക്സ്പെൻസീവ് നഗരത്തിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്തത് എന്തിനാണോ, ഞാനല്ല ഇനി 10 വർഷം കൂടെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റവും എൻ്റെ ലൈഫിലോ ഞാൻ ആഗ്രഹിച്ച ഒരു റെക്കഗ്നേഷനോ ഈ കളഞ്ഞു പോയ ഒരു സുഹൃത്തോ റിലേഷനോ എൻ്റെ കൂടെ വരുത്തുണ്ടാവില്ല. ആ ഒരു ഗ്യാരണ്ടിയോട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്ത് എന്തിനാ വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി വെസ്റ്റിന് കൊടുക്കുക സുഹൃത്തുക്കൾ. ഇന്ന് നിങ്ങൾ പല ആൾക്കാരും കാണുന്നത് ഈ സാധനം ആരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ആ ക്വാളിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവരെ കൊണ്ട് ഐഡിയ എടുപ്പിക്കാം. അതെ, അങ്ങനെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ എടുക്കാം, ഐഡിയ എടുത്തതിന് ശേഷം അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരൊന്നും ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിത്തരില്ല കേട്ടോ. നമ്മൾ SP വരി സാറിന്റെ ഡ്രീം എക്സസൈസിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസന്റേഷൻ ഉണ്ട്, എങ്ങനെയാണ് അദ്ദേഹം ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ലൈഡ് ഒഴിവാക്കാം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ പറ്റും. നിങ്ങൾ ഇതിൽ ഒരു ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ബിസിനസ് ആണെങ്കിൽ, അതിനുവേണ്ടി കമ്മിറ്റഡ് ആണ് നിങ്ങളെങ്കിൽ, ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? വിന്നിങ് ടീമും ഹൈദരാബാദ് ടീമൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 12,000 രൂപ സാധനം വാങ്ങിക്കും, ഒരു 2,000 രൂപ ടൂൾസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് വരെ 4.5 വർഷമായിട്ട് ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടുമില്ല, ഇത്ര രൂപയുടെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്താൽ പറയാം. ആ വാങ്ങിച്ചവരൊക്കെ ഇതിൽ നല്ലവണ്ണം സാധനം വാങ്ങിക്കാറുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അവർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഞാൻ എല്ലാവരോടും ആദ്യമേ 12,000 രൂപ സാധനം വാങ്ങിക്കാൻ പറഞ്ഞാലും നിങ്ങൾ വാങ്ങിക്കത്തില്ല, നിങ്ങൾ ആരും ബിസിനസ് ഉണ്ടാകത്തില്ല, ഇത്രയും ആൾക്കാർ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓക്കെയാണ്, അത്ര ഒരു 3,000 രൂപക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായെങ്കിൽ അത് വാങ്ങിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കാനും, അതുപോലെ കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ കസ്റ്റമറില്ലേ, അവരെ കസ്റ്റമറായിട്ട് കൂടെ നിർത്തിയാൽ മതി. അവരൊന്നും നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകത്തില്ല. നല്ല ഡ്രീമുള്ള വ്യക്തികളെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ സാധ്യതകളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആൾക്കാർ ഇതിൽ കൊണ്ടുവന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തി ഉപയോഗിച്ചോട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവർ പതുക്കെ എപ്പോഴെങ്കിലും ബിസിനസ് വന്നോളും. പല ആൾക്കാരും അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് അവരിതിൽ ഐഡിയ എടുത്ത് അവർ രണ്ടുപേരെ കൊണ്ടുവന്ന് അതിലൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് വലിയ ബിസിനസ് ആക്കാൻ നിൽക്കുന്ന കുറേ സമയം വേസ്റ്റ് ആവും. നല്ല വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തി ആയിരിക്കില്ല, അതിന് താഴെ വന്ന വ്യക്തിയായിരിക്കും, അതിന് താഴെ വന്ന വ്യക്തി. ഭീമയൊക്കെ എൻ്റെ 20ാമത്തെ ലെയർ താഴെയാണ്. ഭീമയുടെ മേലൊക്കെ 5-8 അപ്ലൈൻ ഉണ്ട്, അതിന് മേലെ സുരേഷ് സാർ, അതിന് മേലെ 10 അപ്ലൈൻ ഉണ്ട്. അവരൊക്കെ നിർത്തിപ്പോയി. ആര് നിർത്തിപ്പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം പ്രധാനം. ഫോക്കസ് യുവർ ഡ്രീം. 10 ലക്ഷം രൂപ വരുമാനം, മാസ വരുമാനം. ഇതിൽ 18, 19, 20 വയസ്സിൽ ഒരുപാട് ആൾക്കാരില്ലേ. നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരുന്നു. നമ്മൾക്ക് പ്രായമായി, നമുക്കൊന്നും 1 കോടി രൂപ വരുമാനം എൻജോയ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഷിജിലിന്റെ മകൻ അടുത്തിരിക്കുന്നുണ്ട്, അവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അവൻ എത്ര വയസ്സുണ്ട് എനിക്കറിയില്ല, അവനൊക്കെ ഈ ബിസിനസ്സിൽ 1 കോടി രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ പറ്റും ആ കുഞ്ഞിനൊക്കെ. സത്യസന്ധമായി ഞാൻ പറയാം. ശ്രീജ എപ്പം ശ്രീജയുടെ മകനോട് പറയും, എനിക്ക് 1 ലക്ഷം രൂപ ഞാൻ വെസ്റ്റുകൾ വാങ്ങിച്ചെന്ന് ആ ചെറുക്കനോട് എപ്പം പറയും. 1 ലക്ഷം രൂപയല്ല ശ്രീജ, 1 കോടി രൂപയാണ് അവന്റെ വരുമാനം.
1 കോടി രൂപയാണ് അവന്റെ വരുമാനം. നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിനും അത് കിട്ടത്തില്ല. ആ 1 കോടി രൂപ വരുമാനം ഇപ്പൊ കിട്ടുന്ന 25,000, 30,000, 50,000 രൂപ തന്നെയായിരിക്കും അടുത്ത വരുമാനം. അതിന് കൂടുതൽ വലിയ വരുമാനം ഇനി വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതിന്റെ പവർ എന്താണെന്ന് തിരിച്ചറിയാം. സമയം അധികം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എന്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൾക്കാർ എതിർക്കുന്നത്? അവർ ചെയ്തിട്ട് പരാജയപ്പെട്ടുകൊണ്ടല്ല, ആരോ പറഞ്ഞ് ആ എക്സ്പീരിയൻസ്, ആരോ എവിടെയോ മണിച്ചെന്ന് പോയി പൈസ കളഞ്ഞ് ആ എക്സ്പീരിയൻസ് കേട്ടിട്ട് എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പോയി പറയുമ്പോൾ രജിസ്ട്രേഷൻ തരുന്ന ആൾക്കാർ എന്താണ്? അവരെവിടെയോ ആരോ മണി ചെയിന് പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ബൾക്ക് ചാക്കിൽ സാധനം വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിരിക്കുന്ന, അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണ്ട നല്ല കമ്പനികൾ മൊത്തം കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അതിലൊന്നും നമ്മൾ തളരാതിരിക്കുക, പതരാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ സെഷൻ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയി എടുത്തെന്ന് എനിക്കറിയത്തില്ല. നല്ല സ്വപ്നങ്ങളുണ്ടെങ്കിൽ, വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ നല്ല ലീഡർമാരെ എനിക്ക് ഇപ്പോഴും ഈ 4.5 വർഷമായിട്ട് എനിക്ക് ഇപ്പോഴും 100% കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർ കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ കിട്ടിയില്ല എന്ന് ഞാൻ പറയും. ആരും വിഷമിപ്പിക്കാണ്ടല്ല, 100% കമ്മിറ്റഡ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിലൂടെ 10 ലക്ഷം രൂപ വാങ്ങിച്ചേ അടങ്ങുന്നുള്ള കമ്മിറ്റഡ് ആയി വന്ന ലീഡർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടാവും. 1-2 ആൾക്കാരൊന്ന് തട്ടിമുട്ടി എടുത്താലുണ്ടാവും, പക്ഷെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയും. ആരെയും വിഷമിപ്പിക്കാനല്ല പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നിങ്ങൾക്ക് നേടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാർ എന്നെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഇയാളെ കുറിച്ചായിരിക്കും. ഈവൻ ഭീമ അടക്കം ഞാൻ പറഞ്ഞു, ഭീമയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കുഞ്ഞുങ്ങളെ നോക്കണം, ഉമ്മേനെ നോക്കണം, വീട്ടിൽ പണിയെടുക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷെ ആ ലിമിറ്റിൽ അവർക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കും കുറച്ച് കഴിയുമ്പോൾ. എന്താണ്? വീട്ടിലെ തുണി അലക്കാനും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒരു ജോലിക്കാരി വെക്കാൻ സാധിക്കും ഭീമ കുറച്ച് ചെയ്യുമ്പോൾ. ആ പരിധിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും, അല്ലേ? അത് മറ്റുള്ളവർക്ക് സാധിക്കില്ല, കാരണം അവർക്ക് ഇതിന് വരുമാനം കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ വരുന്നതിനെ കുറച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വീട്ടിൽ കൊടുക്കേണ്ടതെങ്കിൽ, വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരത് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വെസ്റ്റേജിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇതിലുള്ള ഓരോ വ്യക്തികളും, ഇപ്പൊ സുധീർ സുലൈമാനുണ്ട്, അതുപോലെ ദിലീപേട്ടനുണ്ട്, മോഹൻദേട്ടനുണ്ട്. നിങ്ങളുടെ വീടിന് അടുത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിലും ആ കല്യാണം നടക്കുന്ന ഉറപ്പാണ്. മക്കൾ പോയി സദ്യ കഴിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു പരാതിയൊന്നും വരില്ല. വന്നിട്ടില്ലെങ്കിൽ ചെറിയൊരു വിഷമം പറയത്തുള്ളൂ. ഒരു സദ്യ അവർക്ക് ലാഭം തന്നെ, അല്ലെ? നമ്മൾ ഈ ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവിടെ കിടക്കട്ടെ. സദ്യ കുറെ കാലം, എത്ര ഓണം കഴിഞ്ഞു, എത്ര വിഷു കഴിഞ്ഞു, എത്ര കല്യാണ സദ്യ നമ്മൾ കഴിച്ചു കഴിഞ്ഞു സുഹൃത്തുക്കളെ, അല്ലേ? ഈ കേരളത്തിൽ FRE വരാൻ പോകുന്നത് ഫെബ്രുവരി മാസം, ഫെബ്രുവരി 6, 5, 6, 7 ദിവസങ്ങൾ. അതിന് കുറച്ച് ദിവസം മുന്നെയാണ് എൻ്റെ വീട്ടിലൊരു കല്യാണം വരാൻ പോകുന്നത്. എൻ്റെ വീട്ടിലാണ്, അതിന്റെ പെയിന്റ് പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പോകുന്നില്ല കല്യാണത്തിന്. എൻ്റെ വീട്ടിൽ പെയിന്റ് പണി നടന്നുകൊണ്ടിരിക്കുക കല്യാണത്തിന്റെ, എൻ്റെ ബ്രദറിന്റെ കല്യാണം. പക്ഷെ ഞാൻ പോകുന്നില്ല. ഞാൻ വെസ്റ്റേജ് ചെയ്യാൻ വേണ്ടി, ഫുൾ ടൈം ആയി ചെയ്യാൻ വേണ്ടി ദുബായ് മതിയാക്കി നാട്ടിൽ പോകണം. ഞാൻ ആ സമയത്ത് കല്യാണ സമയത്ത് നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ എനിക്ക് വീണ്ടും തിരിച്ചു വന്ന് ഇതെല്ലാം വിസ ക്യാൻസലേഷൻ എല്ലാം ചെയ്യാൻ എനിക്ക് വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആ കല്യാണം പോലും ഒഴിവാക്കിയിട്ട് വെസ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് വരണം. സാധാരണ എല്ലാവരും എന്ത് ചെയ്യുക, വീട്ടിലൊരു കല്യാണം വരുമ്പോൾ കല്യാണത്തിൽ പങ്കെടുക്കും, അത് ഞാൻ നാട്ടിലേക്ക് വന്ന് വീണ്ടും അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുകയും. അത്രത്തോളം പ്രയോറിറ്റിയാണ് ഞാൻ ഈ ബിസിനസ് കൊടുത്തത്. സ്വന്തം വീട്ടിലെ കല്യാണം വേണ്ടെന്ന് വെച്ചു. അതിന് മുന്നേ ഒരു കല്യാണം കഴിഞ്ഞു, അതും ഞാൻ പോയിട്ട് വിനോദസാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഇതിൽ ഞാൻ കമ്മിറ്റഡായി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചിരിയും സന്തോഷം ആ സമയത്ത് ഉണ്ടാവും. ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ചിരിക്കും, ഫോട്ടോ എടുക്കും, അതിന്റെ ആൽബം കാണും, വീഡിയോ കാണും. അത് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയി, അല്ലേ? പക്ഷെ നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടണമെങ്കിൽ അതിനൊന്നും പോയാൽ നടക്കത്തില്ല. അപ്പൊ കുറച്ച് സാക്രിഫൈസ് ചെയ്യാം, കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുക. സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നേടാൻ പറ്റും. കോംപ്രമൈസ് ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാനൊരു 10 മിനിറ്റ് അധികം എടുത്ത് പോയി. എനിക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ ശീലമായി മാറുന്നുണ്ട്. എനിക്ക് പറഞ്ഞ തീരില്ല, അതുകൊണ്ടാണ്. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഇനി 1 മണിക്കൂർ സെഷൻ ചെയ്യാൻ ഞാൻ ഇനിയും ചെയ്യും. അധികം നിങ്ങൾ ബുദ്ധിമുട്ടില്ല, കാരണം ഒരുപാടൊക്കെ വിശക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ തൽക്കാലം ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി മാറിയിട്ടുണ്ടാവും വിശ്വസിക്കണു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്കെന്തായാലും ഞാൻ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, കുറച്ചും കൂടെ ലീഡേഴ്സിനെ, നമ്മുടെ ടീം വേറെ ലെവലാണ്. നിങ്ങൾക്ക് പല ആൾക്കാരറിയാം, വേറെ ലെവലാണെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഇന്ന് ഇന്ത്യയിലില്ല ഇങ്ങനൊരു ടീം. സത്യസന്ധമായി പറയാം. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ ആഴ്ച ശമ്പള ടീച്ചർ മനസ്സിലായിട്ടുണ്ടാവും. ഫിസിക്കൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 10 മണിയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വീട്ടിലെ പണിയൊക്കെ കഴിച്ച്
യാത്ര ചെയ്ത് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു തിരിച്ച് വീട്ടിലെത്തി ആ ഒരു ദിവസം ഞായറാഴ്ച ശമനം ടീച്ചർ വേസ്റ്റ് ആയിട്ട് ഒരുപാട് പൈസ വേസ്റ്റ് അല്ല, ഒരുപാട് സമയവും എനർജിയും വേസ്റ്റ് ആയിട്ടുണ്ട്. അതിനേക്കാളും സിമ്പിൾ ആയിട്ട് 2 മണിക്ക് ഷാജി സാർ മീറ്റിങ്ങിൽ 10-25 ജോയിനിങ് ആക്കുന്നുണ്ട്. ഒരു ചെലവുമില്ല, പെട്രോൾ അടിക്കണ്ട, ഷർട്ട് പോലും മാറ്റണ്ട. ശരിയല്ലേ? ഇന്ന് ഓൺലൈനിലൂടെ സക്സസ് ആയ ടീം നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ലീഡേഴ്സ് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല, ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഈ ബിസിനസ് ഒരു ചെലവില്ലാതെ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഒരു ചെലവില്ല. അല്ല, ഈ സൂം ലിങ്ക് പോലും നമ്മൾ 100 രൂപ ഒരാൾ ചെയ്യുന്നത്, 100 രൂപ പേയ്മെന്റ് ചെയ്താൽ നമ്മൾ സൂം ലിങ്ക് ഇപ്പോൾ എടുക്കുന്നത്. ക്ലിയർ ആവുന്നില്ല? അത്രക്കും ചെലവ് ചുരുക്കി നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, ഒരു ചെലവില്ലാതെ. അപ്പോൾ എത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കമ്മിറ്റഡ് ആവുക, കൂടുതൽ ഇൻവോൾവ് ആവുക ബിസിനസ്സിൽ. കുറേ ആൾക്കാർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചും കൂടെ ഒരു 3-4 മാസം കൂടെ വെയിറ്റ് ചെയ്യും. ഞാൻ വരുന്നൊരു നാട്ടിലേക്ക്, ഓരോ ജില്ലകളിലും എൻ്റെ പര്യടനം ഉണ്ടാവും. ഞാൻ വന്ന് വർക്ക് ചെയ്യാൻ കഴിയാണ്. എനിക്ക് എവിടെയെങ്കിലും മുറ്റത്തിൽ പായിട്ടാൽ ഞാൻ അവിടെ കിടന്നോളൂ, ഞാൻ വർക്ക് ചെയ്യും. എനിക്ക് ഒരു മടിയുമില്ല, ഒരു മടിയില്ല. പച്ചവെള്ളം കുടിച്ച് ഞാൻ വർക്ക് ചെയ്യും. നിങ്ങളുടെ കൂടെ ഞാൻ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തോ, സമയം ഫിക്സ് ചെയ്തോ, എവിടെ വേണോ ഞാൻ വരണ്ടിയാണ്. ഒരു 2-3 മാസം കൂടെ എനിക്ക് സമയം തരും. എൻ്റെ വിസ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഞാനുണ്ടാവും, ഓരോ മാസങ്ങളായിട്ട്, ഓരോ ആഴ്ചകളും ദിവസങ്ങളായിട്ട്. അപ്പോഴേക്കും എല്ലാ ജില്ലകളും നിങ്ങളായിരിക്കണം അതിൻ്റെ കപ്പിത്താന്മാർ. കൊല്ലം ജില്ലയാണെങ്കിൽ ചടയമംഗലത്ത് ഭീമ മേഡം ആണെങ്കിൽ ചവറയിൽ രാജചേട്ടനായിരിക്കും, അല്ല ചവറയിൽ രാജചേട്ടനാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ അടുത്ത ടീമുണ്ടാവും. ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലടക്കം നമുക്ക് ലീഡർമാരുണ്ടാവും, അവിടെ ഞങ്ങളുണ്ടാവും. നിങ്ങൾ റെഡിയാണോ അതിന്? എങ്കിൽ നമുക്ക് തകർക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ബിസിനസ് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ശമനം ടീച്ചർ. Thank you, Shaji Mittal sir. Thank you so much. Very great topic. Hello leaders, सोचने की हिम्मत करो. ചിന്തിക്കാനുള്ള ധൈര്യമെങ്കിലും നമ്മൾ കാണിക്കണം, അല്ലേ? ഓക്കെ അല്ലേ? സോച്ചനേക്ക് ഹിമ്മത്ത് കരോ. ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും ചിന്തിക്കാൻ? നമുക്ക് തീവ്രമായ സ്വപ്നങ്ങളും ജ്വലിക്കുന്ന ആഗ്രഹവും ഉണ്ടെങ്കിൽ എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിലും ഉയർന്നു പറക്കാൻ വിന്നിംഗ് ടീം ആൻഡ് വെസ്റ്റീജിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. വിശ്വാസമല്ലേ നിങ്ങൾക്ക്? സാർ ഇന്ന് ഡ്രീം ഹൈ അതുപോലെ ഫ്ലൈ ഹൈ എന്നുള്ള ഈ ഒരു ടോപ്പിക് എടുത്തത് കൊണ്ട് ഞാനിവിടെ ഒരു കഥ പറയാം. കഥ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള ഒരു കഥ കൂടിയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറയാട്ടോ. ഒരു വ്യക്തി ഒരു സർക്കസ് കൂടാരത്തിന് മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പൊ ആ ഒരു വ്യക്തിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അദ്ദേഹം അവിടെ കാണാനിടയായി. ആ കാഴ്ച എന്താണെന്നറിയോ? ആ സർക്കസ് കൂടാരത്തിലുള്ള വലിയ വലിയ ആനകളെ ചെറിയൊരു കയർ ഉപയോഗിച്ചിട്ട് അവിടെ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ആ കാഴ്ച കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം. കാരണം അത്ര ഭീകരമായിട്ടുള്ള ആ ജീവികള് ആ കുഞ്ഞു കയറ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ തൊട്ടടുത്തുള്ള പരിശീലകനോട് ഈ വ്യക്തി പോയിട്ട് ചോദിച്ചു, ഇത്രയും ഭീകരമായിട്ടുള്ള ജീവികളെ ഈ കുഞ്ഞു കയർ ഉപയോഗിച്ച് കെട്ടിയിടുന്നത് എന്തിനാണ്? അവര് രക്ഷപ്പെടില്ലേ? അപ്പൊ ഈ പരിശീലകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പോ മുതലേ അവരാ ചെറിയ കയറിലാണ് ഞങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അവരുടെ ആ ഒരു അന്ന് ആ കയറ് മതിയായിരുന്നു അവരെ തളയ്ക്കാൻ. അപ്പൊ അവർക്ക് എപ്പോ അവര് വളർന്നു വലുതായി, പക്ഷേ ഇപ്പോഴും അവരുടെ ആ ഉള്ളിലുള്ള വിശ്വാസം, ഇത്ര വളർന്നിട്ടും ആ കയറ് പൊട്ടിച്ച് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല എന്ന ആ വിശ്വാസം അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുക. അതുപോലെയാണ് ഞാനും നിങ്ങളും ഒക്കെ. നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ പിന്നോട്ട് വലിക്കുന്ന ഒരു കയറുണ്ട്. അതെന്താണെന്നറിയോ? നമുക്കിതൊന്നും സാധിക്കില്ല, നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾക്കൊന്നും പറ്റിയ പണിയല്ല എന്ന്. നമ്മൾ ആ പഴയ വിശ്വാസങ്ങളെ ഒന്ന് മാറ്റുക, ഒന്ന് മാറി ചിന്തിക്കുക. നമുക്കൊരു ആനയുടെ ശക്തി ഉണ്ട് അല്ലേ? ആ ശക്തി മുഴുവൻ എടുത്ത് നമ്മൾക്ക് ആ ഒരു കയറ്, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ കയറ് പൊട്ടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മുന്നോട്ട് പോകാം വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീമിലൂടെ. ആർ യു റെഡി? റെഡിയാണോ നിങ്ങൾ എല്ലാവരും? ഓക്കെ, എല്ലാവരും റെഡിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു കയറ് പൊട്ടിച്ച് നമുക്ക് വെസ്റ്റീജിലൂടെ നമുക്ക് വിജയിക്കാം. എല്ലാവരും ശക്തമായിട്ടുള്ള തീരുമാനമെടുത്ത് നിൽക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് വളർന്നു, നമ്മൾ ഒരുപാട് അറിവും അനുഭവങ്ങളും നേടി. ഇനി പഴയ പരിമിതികളിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പരിശ്രമം തീർച്ചയായിട്ടും നമ്മളെ വലിയ സക്സസിലേക്ക് എത്തിക്കുന്നുണ്ടാകും. എല്ലാവർക്കും
ഇതിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഭിമാനത്തോടെ നമുക്ക് പറയാം. എന്താണ് ഗുഡ് നൈറ്റ് എന്നാണോ? ഗുഡ് സേ ബോലോ വി ആർ വെസ്റ്റീജിയൻസ്. ഓക്കെ, ആർ യു റെഡി? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഒരു നമുക്ക് മിനിറ്റ് ഇന്നിവിടെ ടീച്ചറെ, നമ്മളൊരു കാര്യം മറന്നുപോയി, ലക്കി ഡ്രോ മറന്നുപോയിട്ടുണ്ടായിരുന്നു. മറന്നിട്ടില്ല, ഞാൻ ലാസ്റ്റ് പറയാന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മുടെ ലക്കി ഡ്രോ, ഈ മാസത്തെ ലക്കി ഡ്രോ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പിരിയാലേ. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ ഡൺ. ഓക്കെ, നമ്മുടെ ലക്കി ഡ്രോ എടുക്കാം. ഓക്കെ ഓക്കെ സാർ, എടുത്തോളൂ. നമ്പർ 105. നമ്പർ 105 ഹസൻ കരട്ടുച്ചൽ എന്നാണ് പേര്. ഓക്കെ, നമ്മുടെ മുഹമ്മദ് നൂറാൻ സാറിന്റെ ബ്രദർ ആണ്, ഡൗൺലൈൻ ആണ്. ഭയങ്കര ഭാഗ്യമാണ്, കഴിഞ്ഞ മാസം നൂർ വായിക്കാൻ വന്നത്, ഇപ്രാവശ്യം ബ്രദറിനെ വന്നത്. അതെ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ വിന്നേഴ്സ് എന്റെ ടീം സ്റ്റാറിലെയാണ്, ഹസൻ കാരാട്ടുചാലിൽ. താങ്ക് യു സർ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വിഷ് യു വെൽ ഡൺ. ഗുഡ് നൈറ്റ്.